أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. وقال نبينا وحبيبنا مصطفانا محمد صلى الله عليه وسلم لا تزول قدم العبد يوم القيامة حتى يسأل عن أربع: عن عمره فيما أفنى، وعن شبابه فيما أبلى، وعن ماله من أين اكتسبه وفيما أنفق، وعن علمه ماذا عمل فيه. محمد أشرف الأعراب والعجم، محمد خير من يمشي على قدمي، محمد باسط المعروف جامعه، محمد صاحب الإحسان والكرم، محمد تاج رسول الله قاطبة، محمد صادق الأقوال والكلم، محمد ثابت الميثاق حافظه، محمد طيب الأخلاق والشيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഉമ്മത്ത സയ്യിദന മുഹമ്മദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ നമ്മുടെ ഉദ്ഘാടന വേദി വളരെ പക്വമായ രീതിയിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ ഏറെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും മനസ്സിൽ പലപ്പോഴും ആലോചിക്കുകയും ചെയ്യുന്ന നമ്മുടെ വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന സ്വലാത്തിന്റെ അമീർ കൂടിയായ ബഹുമാനപ്പെട്ട മലയിൽ കുഞ്ഞഹമ്മദ് ഹാജി, അതുപോലെ തന്നെ ഈ ഒരു സംഗമം കുറഞ്ഞ വാക്കുകളിലാണെങ്കിലും ഉപകാരപ്രദമാകുന്ന വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി നമുക്ക് ഉദ്ഘാടനം ചെയ്തു തന്ന വന്യരായ പന്നൂർ ഉസ്താദ്, അതുപോലെ തന്നെ സഹപ്രവർത്തകരായ പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി ഉസ്താദ്, മുർഷിദ് ഫൈലി ഉസ്താദ്, ഷെരീഫ് ഫൈലി, അതുപോലെ നമ്മുടെ എല്ലാ ജമാഅത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട CP റോയിക്കുട്ടി മാസ്റ്റർ, TP മുഹമ്മദ് മാസ്റ്റർ, സ്വാഗതം ഓതിയ ബഹുമാനപ്പെട്ട TM റഷീദ് ക അടക്കമുള്ള നമ്മുടെ മഹല്ലത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ യുവാക്കൾ, സഹോദര സഹോദരിമാർ, ഏറ്റവും ഇഷ്ടപ്പെട്ട മുതല്ലിം സുഹൃത്തുക്കൾ, വിദ്യാർത്ഥി കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഈ മജ്ലിസിന് അൽഹംദുലില്ലാഹ് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. ഒന്ന് വെള്ളിയാഴ്ച രാവ്, സാധാരണ മഗ്രിബിന് ശേഷം ചെല്ലാറുള്ളതായ സ്വലാത്ത് ഇന്ന് നേരത്തെ തന്നെ ചെല്ലുകയും അതോടൊപ്പം തന്നെ മഗ്രിബിന് ശേഷം യാസീനും ദുആയും കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി നമ്മളിവിടെ മുഹിദ്ദീൻ മാലയിൽ നിന്ന് അല്പം വരികൾ നമ്മുടെ കുട്ടികൾ പാടിക്കൊണ്ട് ഒരു നല്ലൊരു ഖിറാഅത്തോടു കൂടി ദുആയോടുകൂടി തുടക്കം കുറിച്ച ഈ വേദി, അല്ലാഹു ഇതേ സന്തോഷത്തിൽ തന്നെ നാളെയും മറ്റന്നാളും ഞായറാഴ്ചയൊക്കെ നടക്കാനിരിക്കുന്ന പരിപാടികൾ വലിയ വിജയമാക്കി അല്ലാഹു തആല മാറ്റി തരട്ടെ. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ഞാൻ നേരത്തെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഒരല്പം തുടങ്ങാൻ വൈകാനുള്ളതായ കാരണം
നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വെള്ളിയാഴ്ച രാവ് നടക്കുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് ഒന്നുകൊണ്ട് മഗ്രിബിന് ശേഷത്തെ ഒരല്പം കൂടെ ബാക്കിയുള്ളത് കൊണ്ട് മാത്രമാണ് ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളൊക്കെ ഉദ്ദേശിക്കുന്നത് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഉടനെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നടന്ന ബുർദാലാപനം തുടങ്ങും. അതോടുകൂടി നമുക്ക് പരിപാടി തുടങ്ങണം. വളരെ നേരത്തെ തന്നെ നമ്മൾ 4 ദിവസത്തെ മതപ്രഭാഷണം ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കണം. ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം, വിരമ്പ്രം മഹല്ലുകാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ എല്ലാ വക്ത് ജമാഅത്തിലും പങ്കെടുക്കുന്ന ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മുത്തഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്തിനേറെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ട പോലെ മുസ്ലിം സഹോദരന്മാരെ പോലും അവരെ സംബന്ധിച്ചിടത്തോളം പോലും വലിയൊരു സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ഒരു സമയത്താണ് നാം ഉള്ളത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നിങ്ങളൊക്കെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിനൊരു തൗഫീഖ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ളതായ വലിയ സഹായം ഒന്നുകൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. ഏതായിരുന്നാലും പള്ളി ഈ കാണുന്ന രൂപത്തിൽ പള്ളിയും അതിന്റെ പരിസരവും ഓരോരോ ദിവസവും ഓരോരോ മണിക്കൂറുകളിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് അൽഹംദുലില്ലാ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനമാകുമ്പോഴേക്ക് അതോടനുബന്ധിച്ച് പരമാവധി അതിന്റെ പണികളൊക്കെ പൂർത്തിയാക്കി വളരെ സൗകര്യത്തോടു കൂടി അവിടെ വെച്ചുകൊണ്ട് നിസ്കരിക്കാനുള്ളതായ, നമുക്കെല്ലാവർക്കും ഇബാദത്ത് ചെയ്യാനുള്ളതായ ഒരു സംവിധാനമായി വരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഇന്നും പല ആളുകളും ഫോണിലൂടെയും അല്ലാതെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടവരുണ്ട്. ഒരു സഹോദരി വിളിച്ചു പറഞ്ഞിട്ട് 500 രൂപ കൊടുത്തയച്ചിട്ട് പ്രത്യേകം പറഞ്ഞത് മക്കൾ വിദേശത്താണ്, കുറച്ചൊരു പ്രയാസത്തിലാണ്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് പ്രയാസപ്പെടുന്ന കുടുംബക്കാരുള്ളതായ സഹോദരങ്ങൾ നമ്മുടെ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, ശാന്തിയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ആചാര്യർ പറഞ്ഞതുപോലെ തന്നെ ഞാനിവിടെ എഴുന്നേറ്റ് നിന്നാൽ എന്തു പറയുമെന്നുള്ളത് 10-14 വർഷം കൊണ്ട് വളരെ കൃത്യമായി പഠിച്ച ആളുകളാണ് നിങ്ങളൊക്കെ തന്നെ. പുതുതായി ഒന്നും എനിക്ക് പറയാനില്ലതാണ്. എന്നാലും ഒരു ഇൽമിന്റെയും അതുപോലെ മജ്ലിസിന്റെയും ബറക്കത്ത് കൊണ്ട് ഒരൽപ്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ ഹദീസ് കൂടുതൽ നീട്ടിപ്പരത്തി പറയൂല, അതോടൊപ്പം തന്നെ നീട്ടിക്കൊണ്ടുപോയില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കണം. ലാ തസൂലു ഖദമാൽ അബ്ദി യൗമൽ ഖിയാമ ഹത്താ അൻ യുസ്അല അൻ അർബഈൻ. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസ്. 4 കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഹിസാബ് പറഞ്ഞതിന് ശേഷം മാത്രമേ ഒരു മനുഷ്യന്റെ 2 കാലുകൾ മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയൂ എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, അൻ ഉംരിഹി ഫീമാ അഫ്നാ. ഒന്നോന്റെ ആയുസ്സിനെ സംബന്ധിച്ചാണ്. 60 കൊല്ലക്കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് അവൻ എന്ത് ചെയ്തു, എന്തൊക്കെ ചെയ്തു എന്ന് കൃത്യമായിട്ട് അവന്റെ രാപ്പകലുകളിൽ ഓരോരോ സെക്കൻഡുകളിൽ അവൻ എന്തൊക്കെ ചെയ്തു എന്ന് വളരെ കൃത്യമായിട്ട് റബ്ബിനോട് സമാധാനം പറഞ്ഞിട്ട് അവന്റെ ചെരിപ്പടി കാലുകൾ മുന്നോട്ട് അടുപ്പിക്കാൻ ചലിപ്പിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്ന അമ്മാറതി ബിസ്സൂഇ മത്താവത് മിൻ ജഹ്ലിഹാ ബിനദീരി ശൈബി വൽ അറമി ولا أعدت من الفعل الجميل قراء ضيف ألم برأسي غير محتشم. ബഹുമാനപ്പെട്ട ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു എന്റെ ആത്മാവ് എന്നോട് തിന്മകളെ കൊണ്ട് കൽപ്പിച്ചു. അവസാനം എന്നിലേക്ക് ഞാൻ അറിയാതെ കയറി വന്നതായ നര, ആ നര ബാധിച്ചപ്പോ, വാർദ്ധക്യം ബാധിച്ചപ്പോ, എന്റെ 18-ാം വയസ്സിൽ 25-ാമത്തെ വയസ്സിൽ ഞാൻ ഓടി നടന്നതുപോലെ, ഞാൻ വാഹനം ഡ്രൈവ് ചെയ്തതുപോലെ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചതുപോലെ എനിക്കനങ്ങാൻ കഴിയുന്നില്ല, പ്രയാസപ്പെടുകയാണ്. ഇന്നരയാണെങ്കിൽ തലയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല. ഓരോരോ ദിവസം കഴിയുമ്പോഴേക്കും പ്രയാസത്തിലേക്ക്, ഓരോരോ ദിവസം കഴിയുമ്പോഴേക്കും ആരോഗ്യം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ഒരവസ്ഥയിലാണ് താനും. പക്ഷെ ഈ നിരക്ക് വേണ്ടി എന്റെ യുവത്വ കാലഘട്ടത്തിൽ
എൻ്റെ ആരോഗ്യമുള്ള സമയത്ത്, എനിക്ക് ഒഴിവുള്ള സമയത്ത് ഞാനൊന്നും തയ്യാറാക്കി വെച്ചിട്ടില്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം റളിയല്ലാഹു അൻഹു സങ്കടപ്പെടുന്നത് അവരുടെ സങ്കടമല്ല, നമ്മൾക്കുള്ള വലിയ പാഠമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ മുഅ്മിനാണ്, നമ്മൾ മുസ്ലിമാണ്. ബാക്കിയുള്ള എല്ലാ മതക്കാരിൽ നിന്നും വ്യത്യസ്തരാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അവന്റെ ജീവിതം, അവന്റെ നടത്തം, അവന്റെ പെരുമാറ്റം, അവന്റെ സഞ്ചാരം, അവന്റെ ഉറക്കം, അവന്റെ ഉണർച്ച, സകല മേഖലകളും പരാമർശിച്ചു വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് രാത്രി സദസ്സ് കഴിഞ്ഞ് വീട്ടിൽ പോയാൽ എങ്ങനെ കിടന്നുറങ്ങണമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു. ഖിബിലാക്ക് തിരിഞ്ഞുകൊണ്ട് കിടക്കണം, ഇന്നാലിന്ന ദിക്റുകൾ ചൊല്ലിയിട്ട് കിടക്കണം. രാവിലെ അവൻ എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി വ അമാതനി വഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ. പഠിച്ചോനെ, രാത്രിയിൽ ഒരു കുറഞ്ഞ മണിക്കൂറുകൾ ഞാൻ ഉറങ്ങി. യഥാർത്ഥത്തിൽ അതൊരു മരണമാണ്. എന്നെ നീ മരിപ്പിച്ചു. എന്നെ മരിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്നെ ഉണർത്തിയതായ രാജാതിരാജനായ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തോത്രങ്ങളും, നിനക്കാണ് എല്ലാ അനുഗ്രഹങ്ങളും എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കണമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അങ്ങനെ അവന്റെ പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അവൻ ആളുകളിലേക്ക് അവൻ ഇടപെടുമ്പോ എങ്ങനെയാവണം? അവൻ ആദ്യമായിട്ട് അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോ, അവന്റെ കട തുറന്നുകൊണ്ട് ആദ്യമായിട്ട് അവിടെ ഒരു കച്ചവടം നടക്കുമ്പോ തൊട്ടടുത്തുള്ളതായ കച്ചവടക്കാരനും കടക്കാരനും പീടിക തുറന്നപ്പോ എന്റെ വീട്ടിൽ, എന്റെ കടയിലേക്ക് ഒരാൾ സാധനം വാങ്ങാൻ വന്നു. അടുത്ത ആളും എന്റെ അടുത്തേക്ക് തന്നെയാണ് ഇന്ന് വരുന്നതെങ്കിൽ വിശ്വസ്തനായ അൽ അമീനായ കച്ചവടക്കാരൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കച്ചവടക്കാരെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മഅൻ നബിയീൻ, പ്രവാചകന്മാരോട് കൂടെ നാളെ സ്വർഗ്ഗത്തിൽ. ഒരു പെട്ടിക്കച്ചവടം നടത്തുന്ന കച്ചവടക്കാരനെ സംബന്ധിച്ച് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ട് 14കൾക്ക് മുമ്പ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത്താജിറുസ് സദൂഖുൽ അമീൻ, സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ നാളെ മഅൻ നബിയീൻ, പ്രവാചകന്മാരോടൊപ്പമാണ്, സ്വാലിഹീങ്ങളോടൊപ്പമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാ നല്ല കച്ചവടക്കാരനാവൽ? എങ്ങനെയാ വിശ്വസ്തനായ കച്ചവടക്കാരനാവൽ? ഞാൻ എന്റെ കടയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു കച്ചവടം നടക്കുമ്പോ അടുത്തതും ഇതേ രീതിയിലുള്ളതായ ഒരു കച്ചവടം അപ്പുറത്ത് ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ ചെയ്യുമ്പോ അവന്റെ അടുക്കലേക്ക് ആളുകൾ പോകുന്നില്ലെങ്കിൽ അവൻ ഇങ്ങനെ ആംഗ്യം കാണിച്ചു കൊടുക്കും. മുമ്പുണ്ടായിരുന്നതായ സ്വാലിഹീങ്ങളുടെ കച്ചവട രീതി അങ്ങനെയായിരുന്നു. അങ്ങോട്ട് പോയിക്കോളി, അങ്ങോട്ട് പോയിക്കോളി, എന്റെ ഉദ്ഘാടന കച്ചവടം ഇവിടെ നടന്നു. അത് പറയാൻ ഒരു കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യന് കഴിയുകയാണെങ്കിൽ ഓനെ സംബന്ധിച്ചാണ് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രീതിയിൽ പരിചയപ്പെടുത്തിയത്. കഴിയണം നമുക്ക്. എന്നാലോ നമ്മുടെ കച്ചവടത്തിന്റെ രീതി എന്താ? ഏത് കച്ചവടമാണെങ്കിലും, ഓൺലൈൻ കച്ചവടമാണെങ്കിലും, ഇനി അതല്ല മറ്റേത് കച്ചവടമാണെങ്കിലും, എത്ര വിശ്വസ്തയോടുകൂടി ഒരാളുടെ അടുക്കൽ നിന്നുകൊണ്ട് നമുക്കൊരു വസ്തു വാങ്ങാൻ പറ്റും? ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്തോർ അത്ഭുതം സൃഷ്ടിച്ച മഹാനാണ്. 900-ൽ ജനിച്ച മഹാനാണ്. 926-ൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആധികാരിക പരമോന്നത പണ്ഡിത സഭയ്ക്ക് രൂപകൽപ്പന ചെയ്യുമ്പോ 86 വയസ്സുള്ള ബഹുമാനപ്പെട്ട വരക്കൽ വാലവി മുല്ലക്കോയ തങ്ങൾ സാഹിബുൽ കറാമ, ഒരുപാട് അത്ഭുതം കാണിച്ച ബഹുമാനപ്പെട്ട വരക്കൽ വാലവി മുല്ലക്കോയ തങ്ങൾ 86 വയസ്സുള്ള ബഹുമാനപ്പെട്ടവർ അധ്യക്ഷനായ പ്രഥമ പ്രസിഡന്റായതായ ആ ഒരു സഭയിൽ 26 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്തോര് അതിൽ സ്ഥാനം പിടിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കേരളക്കരയിലെ ബഹുമാനപ്പെട്ട സാഹിബുൽ കറാമ വരക്കൽ ബാലബി മുല്ലക്കോയ തങ്ങൾ അടക്കമുള്ള പണ്ഡിതഗ്രേസരായ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ബിദഅത്തിന്റെ കക്ഷികൾ ഇവിടേക്ക് നമ്പെടുക്കുന്നുണ്ട്, അവരുദയം ചെയ്യുന്നുണ്ട്. അവരെ പ്രതിരോധിക്കേണ്ട ബാധ്യത നമുക്കാണ്, പണ്ഡിതന്മാർക്കാണ്.
വാട്സപ്പ് ഇല്ലാത്ത കാലഘട്ടം, കാറും ബൈക്കും ഇല്ലാത്ത കാലഘട്ടം, മറ്റ് വാഹന സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടം, ചെറുപ്പക്കാരായ ഉസ്താദുമാരോട് ബഹുമാനപ്പെട്ട സയ്യിദന്മാരും ഉസ്താദുമാരും പറഞ്ഞു, കേരളത്തിന്റെ അത്തല മുതൽ ഇത്തര വരെയുള്ളതായ പള്ളികളിൽ പോയിട്ട്, പ്രത്യേകിച്ച് മലബാറിന്റെ പള്ളികളിൽ പോയിട്ട്, ഗ്രാമാന്തരങ്ങളിൽ പോയിട്ട് അവിടുത്തെ പണ്ഡിതന്മാരെ വിളിച്ചുണർത്തണം. വിദ്അത്തിന്റെ കക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, പ്രതിരോധിക്കേണ്ട സമയമാണ്. പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകും. പണ്ഡിതന്മാരായ ചെറുപ്പക്കാരായ ആളുകൾ പോയി. അങ്ങനെ ഒരു വർഷത്തോളം 1926 സമസ്ത എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്യുമ്പോൾ 26 വയസ്സുള്ളതായ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്തോ ജീവിതത്തിൽ 93 വയസ്സിൽ വഫാത്താകുന്നത് വരെ ജീവിതത്തിൽ അറിയക്കൊണ്ടൊരു കറാഹത്ത് ചെയ്യാത്ത, കറാഹത്ത് പോലും ചെയ്യാത്ത അത്ഭുതങ്ങളുടെ മഹാമനീഷിയായിരുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്തോർ 26 വയസ്സിൽ സമസ്തയുടെ 26ാമത്തെ മെമ്പറായിട്ട് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ഉസ്താദുമാരൊക്കെ പറഞ്ഞു തരുന്നത് പലപ്പോഴും പറയാറുണ്ട്, മരക്കച്ചവടം നടത്തിയിട്ട് പൊട്ടിപ്പാളീസായി പോയതാണ്. എന്തേ കാരണം? ഒരു കസ്റ്റമർ വരുമ്പോ, മരം വാങ്ങാൻ വേണ്ടി ഒരു കൂട്ടുകാരൻ വരുമ്പോ ആ കൂട്ടുകാരനെ വിളിച്ചിട്ട് അവന് പറഞ്ഞു കൊടുക്കും, ഉണ്ടാക്കണ ഈ ഭാഗത്ത് ഇന്ന പൊള്ളയാണ്, ഈ ഭാഗത്ത് മോശമാണ്, ഈ ഭാഗത്ത് പെട്ടെന്നത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ വില, അതല്ലാണ്ട് ഇതിന്റെ പുറമോടി കണ്ടുകൊണ്ട് നീ ഈ വസ്തു വാങ്ങണ്ട. അങ്ങനെ കച്ചവടം ചെയ്തിട്ടാണെങ്കിൽ ബർക്കത്തുണ്ടാവും. പക്ഷേ ദുനിയാവിൽ ഒരു പക്ഷേ തോറ്റമ്പി പോകും. അതാണ് വിശ്വസ്തരായ കച്ചവടക്കാർ, സത്യസന്ധന്മാരായ കച്ചവടക്കാർ. ഞാനിത് സൂചിപ്പിച്ചത് ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ, എല്ലാ മേഖലകളിലും ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ സമീപിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രസംഗിച്ചു തന്നല്ല, കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഫുർഖാൻ സൂറത്തിൽ അവസാന ഭാഗത്തിൽ ആരാണ് ഒരു നല്ല അടിമയെന്ന്, റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ അടിമ ആരാണെന്ന് വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വിശേഷണങ്ങൾ പറയുന്നുണ്ട്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. തുടങ്ങുന്നതായ ഇബാദുർ റഹ്മാൻ, ഒരാള് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയാകുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് അവന്റെ വിശേഷണമെന്ന് ഒരുപാട് വിശേഷണങ്ങൾ വളരെ കൃത്യമായിട്ട് ഫുർഖാൻ സൂറത്തിലൂടെ അള്ളാഹു തആല പഠിപ്പിച്ചു തരികയാണ്. ഇതിൽ പറയുന്നത് ഒന്നാമത്തെ വിശേഷണം പറയുന്നത്, ഒരു മനുഷ്യനാണെങ്കിൽ, മുഅ്മിനെ പറ്റിയല്ല പറയുന്നത്, ഒരു മനുഷ്യനാണെങ്കിൽ എല്ലാ തരം ജനങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചാണല്ലോ ഒരു നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, നല്ല മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഓൻ ആരാവണം? നമ്പർ 1, ഓനോന്റെ ഖൽബിന്ന് കിബിറെടുത്ത് ഒഴിവാക്കാൻ, മറ്റോന്റെ മുമ്പിൽ ഒന്ന് താവാനുള്ളതായ മനസ്സ് ഒന്നാമതായി വേണ്ടതാണ് വിനയം. ഫുർഖാൻ സൂറത്തിൽ ഇബാദുർ റഹ്മാൻ ആരാണെന്ന് അല്ലാഹു തആല കൃത്യമായി പരിചയപ്പെടുത്തുമ്പോൾ ഒന്നാമതായി പറഞ്ഞത് യംശൂന അലൽ അർളി ഹൗന, ഭൂമുഖത്തിലൂടെ അവൻ നടക്കുമ്പോ വിനയാന്വിതനായിട്ടാണ് അവൻ നടക്കുന്നത്. വലാ തംശി ഫിൽ അർളി മർഹാ, ധിക്കരിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് ഭൂമുഖത്തിലൂടെ ഒരിക്കലും തന്നെ നീ നടക്കാൻ പാടില്ല, ഒരിക്കലും നടക്കാൻ പാടില്ല. അന്നബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, മാ നഖസത് സദഖത്തും മിമ്മാൽ, ഒരു മനുഷ്യൻ ധർമ്മം ചെയ്ത കാരണമായിട്ട് അവന്റെ സ്വത്ത് കുറഞ്ഞിട്ടില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ, ഒരാൾ എന്തെങ്കിലും അയൽക്കാര് തമ്മിൽ എന്തെങ്കിലും ഫൈറ്റിംഗ് ഉണ്ടായാൽ,
ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ, കൂട്ടുകാര് തമ്മിൽ, അതല്ലെങ്കിൽ മറ്റ് സഹോദരങ്ങൾ തമ്മിൽ, നാട്ടുകാര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ മനുഷ്യനെങ്ങാനും അഫ്വ് ചെയ്തു കൊടുക്കാൻ തയ്യാറായാൽ അള്ളാഹുവിന് അവനിക്ക് ഇസ്സത്ത് മാത്രമേ കൂട്ടിക്കൊടുക്കുകയുള്ളൂ. അത് ഇസ്സത്ത്. ഓന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയല്ലോ, മറ്റോൻ എങ്ങനെ പറയല്ലോ. ഇപ്പൊ ഇന്ന് കുട്ടമ്പൂർ അങ്ങാടിയിൽ വെച്ച്, അല്ലെ വീരമ്പുറത്ത് അങ്ങാടിയിൽ വെച്ച്, അല്ലെങ്കിൽ പള്ളി പരിസരത്ത് വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റുണ്ടായാൽ ഞാൻ അതെനിക്ക് വിടാൻ പറ്റൂല, എനിക്ക് മുകളിൽ നിൽക്കണമെന്നുള്ളൊരു നിയ്യത്തിൽ മാത്രമായിട്ടാണ് പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പെരുമാറാൻ നിൽക്കുന്നതെങ്കിൽ ഓനെ സംബന്ധിച്ച് ഓന്റെ താഴ്മ അവിടെ തുടങ്ങി. അത് പ്രശ്നമില്ല. അതൊരു വണ്ടി തട്ടിയതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 100 പോയിന്റ് വ്യത്യാസത്തിൽ എത്രയൊക്കെ നമ്മൾ വണ്ടിമേൽ ഓടുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാലും ഒരു നോട്ടുണ്ടാവും അല്ലെ, ഇങ്ങനെ പോണേരോ, മെയിൻ റോട്ടിലൂടെ പോണേരോ, അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങോട്ട് ഇറക്കണ സമയത്തിൽ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, എന്നാലും വല്ലാത്തൊരു നോട്ടുണ്ടാവും. ആ നോട്ടത്തിൽ ഉരുകിപ്പോകും. പ്രത്യേകിച്ച് ഈ വേഷത്തിൽ വണ്ടി യാത്ര ചെയ്ത കാരണം നമ്മൾ വണ്ടി അറിഞ്ഞൂടാത്ത ആൾക്കാരുമാണ്, പ്രത്യേകിച്ച് ഒരു ലൈസൻസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ആളുകളാണ് എന്നാണ് ആളുകളുടെ ഒരു ചിന്ത ഉണ്ടാകുക. പലപ്പോഴും ആ നോട്ടം കാണുമ്പോൾ തന്നെ ഉരുകി ഒലിച്ചു പോവാറുണ്ട്. സ്വാഭാവികമാണല്ലോ, കരുതി കൂട്ടി ആരൊന്നും ചെയ്യൂല. പക്ഷെ നേരെ മറിച്ച് എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ സംഭവിച്ചാൽ സാരല്ല, ബാക്കിയൊക്കെ നമുക്ക് അതൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാം, പ്രശ്നമില്ല. അവിടെ എന്താണോ നടന്നത്, ആ നടന്നതിനെ ആ സമയത്ത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനപ്പുറം അത് സങ്കീർണമാക്കാൻ എളുപ്പം ഫോട്ടോ എടുത്ത് വാട്സാപ്പ് കൊടുത്താൽ മതി. തന്റെ കൂട്ടുകാരെ, ഡ്രൈവർമാരാണെങ്കിൽ തന്റെ കൂട്ടുകാരെ വിളിച്ചു വരുത്തിയാൽ മതി, കച്ചവടക്കാരാണെങ്കിൽ അവരെ വിളിച്ചു വരുത്തിയാൽ മതി. ഇനി അതല്ല, നിമിഷങ്ങളെ കൊണ്ട് ഇതിനൊക്കെ ഓടിച്ചാടി വരുന്ന ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഒന്ന് അഫ്വ് എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ക്വാളിറ്റി തന്നെയാണ്. വമാ തവാള അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. ഒരാളെങ്ങാനും വിനയം കാണിച്ചാൽ, എത്ര ഉദാഹരണങ്ങളാണ്. ഒരാളെങ്ങാനും വിനയം കാണിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തും അവനെ ഉയർത്തുന്നതാണ്. നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോ അവിടെയും അവനിക്ക് വലിയ ഉയർമയുണ്ടാകുന്നതാണ്. ഇന്നത്തവള്ളുവ മിൻ ഖിസാലിൽ മുത്തഖി വബിഹി തുഖാഇലൽ മആലി യർതഖി. ഇന്നത്തവാളുഅ, നിശ്ചയം വിനയം എന്ന് പറഞ്ഞാൽ അത് മിൻ ഖിസാലിൽ മുത്തഖി, അത് മുത്തഖിയുടെ അടയാളമാണ്, ഒരു യഥാർത്ഥ മനുഷ്യന്റെ അടയാളമാണ്. വബിഹി തുഖാഇലൽ മആലി യർതഖി, ആ വിനയം എന്നുള്ള ഒറ്റ പവർ കൊണ്ട്, ഒറ്റ സ്വഭാവം കൊണ്ട് അവനിക്ക് ഇൽ മആലി യർതഖി, ഉന്നതമായ സ്ഥാനത്തേക്ക് അവന് കയറാൻ കഴിയുമെന്ന് മഹാന്മാർ വെറുതെ പറയല്ല, ഇത് അവർ പഠിപ്പിച്ചു തരുന്നത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിൽ നിന്നാണ്. കാരണം മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ഒരു സഹാബത്ത് കിറാം ചോദിക്കുകയാണ്, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? അതിന് ആയിഷ ബീവിയുടെ മറുപടി ഉണ്ടായിരുന്നത്, സഹോദര, നീ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലേ? ഓ, ഞാൻ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഖുലുഖു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ. എന്റെ ഭർത്താവാകുന്ന ഈ ലോകത്തിന് പടക്കാൻ കാരണക്കാരനായ ലക്ഷക്കണക്കായ നക്ഷത്രങ്ങളെയും അതുപോലെ ഒരുപാട് ഗ്രഹങ്ങളെയും ഈ ഭൂമിയെയും മറ്റുള്ള ഗോളങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോ മറ്റുള്ള ആലം, അള്ളാഹു ഒഴികെയുള്ളതായ എല്ലാമാണ് ആലം, അതിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോ ഈ ഭൂമി ഒന്നുമല്ല. ഹിയ ദുനിയ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി. മഹാന്മാർ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. ദുനിയാവെന്ന് പറഞ്ഞാൽ അഖല്ലു മിനൽ ഖലീലി, വളരെ ചെറുതാണ്. അറബിയിലുള്ള പ്രയോഗം അഖല്ല് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ്. അദല്ലു മിനൽ ദലീലി, വളരെ നിന്ദ്യമായതാണ്. ഇനി അതിനേക്കാൾ ഒരു ചത്ത ആടിന്റെ വില പോലും ഈ ദുനിയാവിന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വില കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രയും നിസാരമാക്കപ്പെട്ടതാണ് ഈ ദുനിയാവ്. അപ്പൊ ഈ ദുനിയാവിനേക്കാൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഈ സംവിധാനങ്ങളെ പടക്കാൻ കാരണക്കാരൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഭർത്താവാണ്. പക്ഷേ എന്റെ ഭർത്താവാകുന്ന പ്രവാചകന്റെ സ്വഭാവം ഖുൽഖുൽ അൽ ഖുർആൻ, ഖുർആനായിരുന്നു. മഹദി ആയിഷ ബീവിയോട് ചോദിക്കപ്പെട്ടു, മാ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതിഹി,
ആയിഷ ബീബി വീട്ടിൽ എന്തൊക്കെ ചെയ്യാറുണ്ടായിരുന്നു? ആര്? പ്രവാചകൻ. ആയിഷ ബീവിയോടുള്ള ഒരു ചോദ്യമാണ്. വീട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ചെയ്യാറുണ്ടായിരുന്നു? ഖാലത്ത്, മഹദിയുടെ മറുപടി, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി യഅനി ഖിദ്മത അഹ്ലിഹി. തന്റെ വീട്ടുകാർക്ക് വേണ്ട എല്ലാ ഒത്താശകളും പ്രിയപ്പെട്ട ഭർത്താവ് ചെയ്യാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരാളെങ്ങനെ ബന്ധപ്പെട്ടപ്പോ മൂപ്പര് പറഞ്ഞ വർത്താനം, എന്റെ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്യും. അടിക്കും, തൊടുക്കും, അലക്കും, അതുപോലെ ഭക്ഷണം പാചകം ചെയ്യും, കുട്ടികൾ ഒരുക്കും, ഒക്കെ പറഞ്ഞേക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പിന്നെ സഹോദരിമാരൊക്കെ പലരും പല മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ഗവൺമെന്റ് ഉദ്യോഗ തലങ്ങളിലൊക്കെ ഉള്ളവരാണ്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ഇനിയും ഒരുപാട് സഹോദര സഹോദരിമാർ നമ്മുടെ ഈ മേഖലയിൽ ആ രീതിയിൽ വളർന്നു വരികയും അതോടൊപ്പം തന്നെ നമ്മുടെ മഹല്ലത്തിന്, നമ്മുടെ നാടിന്, നമ്മുടെ കുടുംബങ്ങൾക്ക് അഭിമാനകരമായ രീതിയിലൊക്കെ നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുന്ന ഒരു നല്ലൊരു അവസ്ഥ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ഇപ്പൊ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിനേക്കാൾ ഏറെ ആളുകൾ നമ്മുടെ മക്കളിലൂടെ നന്മ മാത്രം പ്രവർത്തിക്കുന്ന, നന്മ മാത്രം ചെയ്യുന്ന, നന്മ മാത്രം കരുതുന്ന ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ വളർന്നു വരണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഭാര്യമാര് വീട്ടിൽ നിന്ന് പോയിക്കുകയാണെങ്കിൽ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പണിയാണ് ഈ മക്കളെ. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ആളുകൾക്ക്, ഭാര്യമാര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകൾക്ക്, ഭർത്താക്കന്മാർക്ക് യഥാർത്ഥത്തിൽ ഒരു ഭാര്യ ചെയ്യുന്ന ജോലിയുടെ ഒരു കുറഞ്ഞതെങ്കിലും മനസ്സിലാക്കാൻ കഴിയും. അള്ളാന്റെ ഒപ്പിക്കോടുകൂടി എന്നെ സംബന്ധിച്ച് എന്താ ഒരു ചെയ്യലെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുട്ടികളോട് പലപ്പോഴും പറയലുണ്ട്, PTA മീറ്റിംഗ്, മറ്റേ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാന്റെ ഒപ്പിക്കോടുകൂടി ഇന്ന് വരെ ഞാൻ മറ്റേ മീറ്റിങ്ങിലൊന്നും പോയില്ല. പോകണമെന്നൊക്കെ വിചാരിക്കും. അവിടെ ഞാൻ പറയും, അടുത്ത ഇനി പോകണ്ട, ഞാൻ പോയിക്കോളൂ എന്ന് പറയും. ഞങ്ങൾ പോയിക്കൊള്ളേണ്ടിയെന്ന് ഞാൻ കഴിച്ചില്ലേന്നറിയും. പക്ഷേ പിറ്റേന്ന് പോയില്ലെങ്കിലും മാഷന്മാരും ഉസ്താദന്മാരും കുട്ടികളെ വിടൂലല്ലോ. പോല് തന്നെ പോകുക എന്നല്ലാണ്ട് അതിനുള്ളൊരു അവസരം പലപ്പോഴും ഉണ്ടാവാറില്ല. കാരണം അവരത് ചെയ്യണം. ഒന്ന്, ഈ മക്കളെ പോറ്റണം. ഈ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഗർഭിണിയായ ആ ഒരു സമയം മുതൽ തന്നെ അത്രയും കഷ്ടപ്പാടുകളും സങ്കടപ്പാടുകളും ബേജാറുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് 1-2 കൊല്ലം കഴിഞ്ഞിട്ട് മക്കളെങ്ങാനാകാതിരുന്നാൽ അവരനുഭവിക്കുന്ന പ്രയാസം, എത്ര മക്കളുണ്ട് എന്നുള്ള ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെടുക. അല്ലാഹു തആല അങ്ങനത്തെ നമ്മളൊക്കെ ആയിട്ട് സഹകരിക്കുന്ന ഒരുപാട് ആളുകളുടെ ബന്ധക്കാർ, സഹോദരിമാർ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ലാത്തവരുണ്ട്. അല്ലാഹുവേ, ഖൈറാകുന്ന സമയത്ത് സാലിഹായ മക്കളെ കൊടുക്കണേ തമ്പുരാനെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് പ്രായമായ സന്ദർഭത്തിലാണ് മക്കളെ കൊടുത്തത്. അല്ലാഹുവേ, നിനക്കതെല്ലാത്തിനും കഴിയുന്ന രാജാതിരാജനായ തമ്പുരാനെ, സങ്കടം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. അല്ലാഹുവേ, നമുക്കൊക്കെ അറിയാം. അല്ലാഹുവേ, അവർക്കൊക്കെയും ഖൈറാകുന്ന സമയത്ത് സാലിഹായ മക്കളെ നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. സൂചിപ്പിക്കുന്നത് അന്ന് തുടങ്ങിയ നിങ്ങളെ പ്രയാസം. അതുപോലെ തന്നെ മക്കളായി കഴിഞ്ഞാൽ 2 വർഷം മുലയൂട്ടണമെന്നാണ്. ഹൗലൈനി കാമിലൈനി, 2 കൊല്ലം കൃത്യമായിട്ട് മുല കൊടുക്കണമെന്നാണ്, ഈ കുട്ടികൾക്ക് പാല് കൊടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. പക്ഷെ അതിൽ 1ാമത്തെ പാല് മാത്രമേ കൊടുക്കൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ളൂ. 2ാമത്തേത് മുതൽ ആ 2 കൊല്ലത്തെ ഈ പാലിന് കൊടുക്കില്ല. അതിന്റെ പൈസ വേണമെങ്കിൽ പൈസ തന്നാലേ, നിന്റെ ഭർത്താവിനോട് പറയാ, നിന്റെ മകൾക്ക് അല്ലെ നിന്റെ മകൻക്ക് പാല് കൊടുക്കണമെങ്കിൽ പൈസ വേണമെന്ന് വേണമെങ്കിൽ ഭാര്യക്ക് വില പേശാം. അന്നത് പറഞ്ഞാൽ മതിയായിരുന്നു. പാലിച്ചിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു. അവരുടെ കാര്യമില്ല, അത് കഴിഞ്ഞു. അത് അന്നപ്പോ അന്നത്തെ വേളയിലിരുന്നിനി, അതന്നപ്പോ കഴിഞ്ഞു. അപ്പോ മാത്രമല്ല, ഇസ്ലാമിലൊരു രീതി എന്ന് പറഞ്ഞാൽ ഖാദിമത്തിനെ വെച്ചു കൊടുക്കണം. യഥാർത്ഥത്തിൽ ഒരു സ്വകാര്യം പറഞ്ഞാൽ, സഹോദരിമാർ കേൾക്കാതൊരു സ്വകാര്യം പറഞ്ഞാൽ, നമ്മുടെ വസ്ത്രം മലക്കേണ്ടവരല്ല നമ്മുടെ ഭാര്യമാർ. അതിന് നമ്മളൊരു ഖാദിമത്ത് വെച്ചു കൊടുക്കണം. നമ്മുടെ വീട്ടിലൊക്കെ ഖാദിമത്തുണ്ട്, വാഷ് മെഷീൻ ഉണ്ട്, മറ്റു സംവിധാനങ്ങളോട് അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ല ആളുകളാണ്, കാരണം 1, 2, 3 ഒക്കെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അതിനൊരു മറുന്യായം പറയാനുമില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, വീട്ടിലുള്ളതായ ജോലികളിൽ സഹായികളാവാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ആർക്കെങ്കിലും കുട്ടി ഉണ്ടെങ്കിൽ ഫൽയതസാബവൻ, കുട്ടിയാവട്ടെ. പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റ് ആയിരിക്കും, സെക്രട്ടറി ആയിരിക്കും, നാട്ടിലെ നേതാവായിരിക്കും, ഖതീബായിരിക്കും, മെമ്പർ ആയിരിക്കും, എല്ലാം ആയിരിക്കും.
പക്ഷേ അതൊക്കെ പുറത്ത് ആളുകളുടെ ഇടയിൽ ആ ഗൗരവം ബാക്കിയൊക്കെ ആ ആളുകളുടെ ഇടയിൽ അവിടെയും ഗൗരവം പറ്റൂല എന്നാ പറഞ്ഞത്. പിന്നെയോ വീട്ടിൽ പോയാണ് ചെറിയ മക്കളുണ്ടെങ്കിൽ അവൻ കുട്ടിയാവട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു വയസ്സായ മോനുണ്ടെങ്കിൽ 2 വയസ്സായ മോളുണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ ആനായി കിടന്നു കൊടുക്കേണ്ടി വരും, ആന ഇരുന്ന് കൊടുക്കേണ്ടി വരും. അതിപ്പോ ഇങ്ങനെ എനിക്ക് യോജിക്കാവുന്ന ഇപ്പൊ നടക്കൂല, മക്കളെ നോക്കലൊന്നും എടുക്കൂല, എടുത്തു കൊണ്ടുപോയിടുന്നു എന്ന് ഭാര്യയോട് ശകാരിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാക്കി അല്ലാഹു തആല മാറ്റി അനുഗ്രഹിക്കട്ടെ. അപ്പൊ സൂചിപ്പിക്കുന്നത് ഇബാദുർ റഹ്മാനെ പറ്റി പരിചയപ്പെടുത്തുന്നതായ ഒന്നാമത്തെ അവസ്ഥ ഒന്നൊരു വിനയം ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മളൊരു വസ്തു താഴേക്ക് വീണാൽ അതുപോലും എടുക്കാൻ വേണ്ടി മറ്റവരോട് സഹായം തേടാതിരുന്നതായ ഒരുപാട് ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഞാൻ ചരിത്രം പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവല്ല. ഞാൻ വിചാരിച്ചൊരു ടൈമുണ്ട്, ആ ടൈമിൽ നിർത്തണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ നീട്ടാതെ ചടുപ്പിക്കാതെ ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ പോലെ കഴുതപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്റെ ചാട്ടവാർ തന്റെ കയ്യിൽ നിന്നുകൊണ്ട് വീണു പോയാൽ അതുപോലും ആ പോണ ചങ്ങായിനോട് ഇങ്ങോട്ട് എടുത്തോ എന്ന് പറയാൻ അത്ര പോലും സഹായം തേടാത്ത മഹാന്മാരായ ആളുകൾ, ചില സൂഫിയാക്കളായ ആളുകളുടെ കഥകൾ കാണാം. കടത്തണ്ണയിൽ ഇങ്ങനെ കടന്നുറങ്ങുന്ന ആളുകൾ ഉണ്ടാവും. ഇയാളെ പണിന്താ, ഈ സൂഫിയായ ആളെ പണിന്താ, ഓൽക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാ, ഓൽക്ക് സദഖ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ കൊടുക്കപ്പെടാന്നറിയോ, അവിടെ കടന്നുറങ്ങുമ്പോ ആരും കാണാതെ പോയിട്ട് സ്വാഭാവികമായിട്ടും ആരും അറിയരുത് എന്നുള്ള ലക്ഷ്യത്തിൽ താൻ ഉദ്ദേശിച്ചതായ പൈസ എടുത്തിട്ട് അവിടെ പോയി അവരുടെ തുണീന്റെ സൈഡിൽ കെട്ടിക്കൊടുക്കും. അവനറിയാം ഇതെനിക്കാരോ കൊണ്ടെത്തുന്നതാണെന്നറിയാം, എനിക്ക് ഹലാലായ പൈസ എന്നറിയാം, പൊരുത്തപ്പെട്ട് തന്നതാണെന്നറിയാം. എന്തുകൊണ്ട് ഓനെ വിളിച്ചോണത്തിയിട്ട് കൊടുക്കാത്തത്? എന്തുകൊണ്ട്? കാരണം ഞാനാണ് കൊടുത്തത് എന്നുള്ള നന്മ പോലും അറിയരുത്. നമ്മളിങ്ങനെ വണ്ടിമേൽ യാത്ര ചെയ്യാം, ഹെൽമെറ്റ് ഇട്ട് കൂട്ടിട്ട് ഒരിക്കലും അറിയൂല. അപ്പോ ഒരാളിങ്ങനെ വണ്ടി കൈ കാണിച്ചപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നിർത്തി. അപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാനാണെന്ന് പറഞ്ഞറിയിക്കൽ അതൊരിതാണ്. അത് നമ്മളൊരു മാനസികാവസ്ഥ. പറയണ്ടാന്നോ പരിചയപ്പെടണ്ടാന്നോ അല്ലോട്ടോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ നമ്മൾ ചെയ്ത നന്മ അപ്പൊ പിന്നെ ആടുന്നിങ്ങനെ പിന്നീട് കാണുമ്പോ അന്നോനാട് കുടുങ്ങിന്നപ്പോ രാത്രി ഞാനതിൽ വന്നത് കൊണ്ടാണ് കഴിച്ചിലായത്. ചിലപ്പോ ഇവനിങ്ങനെ ബൈക്കുമേലാ പോണത്, മഴ ഞാറിയും ചെയ്യുന്നുണ്ട്. ഈ ചങ്ങായി വന്നില്ലെങ്കിൽ നേരെ വെഹിക്കിൽ എന്റെ സുഹൃത്ത് ഒരു കാർ ഇങ്ങനെ വരുന്നുണ്ടായിനി, അതായിരിക്കും ചിലപ്പോ കഥ ഉണ്ടാകുക, കാറിൽ കയറി പോരായിനി. അപ്പൊ ഇവരെന്താ പറയുന്നത്, ഞാൻ അന്ന് അവിടെ പോയില്ലെങ്കിൽ മറ്റവനിട്ട് ഇങ്ങനെ താങ്ങാ, അങ്ങനെ തോന്നാ. അപ്പൊ അങ്ങനെ വലിയ വർത്താനം പറയുന്നത്, ഞാൻ ചെയ്ത നന്മ മറ്റൊരാൾ പോലും അറിയാൻ പാടില്ല. അത്ര പോലും വിനയത്തിലായിരുന്നു മഹാന്മാരുടെ ജീവിത രീതി ഉണ്ടായിരുന്നത്. ഇബാദുർ റഹ്മാന്റെ രണ്ടാമത്തെ അവസ്ഥയെ പറ്റി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നത്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്നവരും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുമാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. ഞാനൊക്കെ കൂട്ടത്ത് വിട്ട രാത്രി കുറച്ചേ ഉറങ്ങുകയാണെങ്കിൽ വെറുതെ ആവശ്യമില്ലാണ്ട് ഫോണിൽ ഇതിൽ കളിച്ചിട്ട് ഇങ്ങനെ പോയി നേരം പോയി കിടക്കാം. അതല്ല ഈ പറഞ്ഞത്, രാത്രി കുറച്ചുറങ്ങുക. ആ ഒരത്തായ സമയമുണ്ട്, പ്രത്യേകിച്ച് സുബ്ഹിന്റെ മുമ്പുള്ള സമയമുണ്ട്. ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന മഹാന്മാർ, നമുക്ക് നടന്നു പോയതായ മഹോന്നതരായ സ്വാലിഹീങ്ങളായ ഒരുപാട് ആളുകൾ. ഞാൻ ഈ പറയുന്നത് 150 കൊല്ലം മുമ്പ് ഇവിടത്തെ കബറാളി, ഒന്നാമത്തെ കബറാളി മുതൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സഹോദര സഹോദരി വരെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. സാധാരണ പറയാനുള്ളത് പോലെ 30 കൊല്ലം മുമ്പുള്ള അവസ്ഥ നിങ്ങൾ പറയും. വീരമ്പ്രം പള്ളിയുടെയും അതുപോലെ തന്നെ ഇതിന്റെ പരിസരത്തിന്റെയും 30 കൊല്ലം മുമ്പുള്ള ചരിത്രം നിങ്ങൾ പറയും. 30 കൊല്ലം, 40 കഴിഞ്ഞവരും 50 കഴിഞ്ഞവരൊക്കെ ആണല്ലോ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിലിങ്ങനെ നടന്നു പോകുന്നത് ഭയങ്കര പേടി. ടിബിമാഷൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ നാടൻ ദർസിന്റെ കഥയും ഇതൊക്കെ തന്നെ. ഇതിലിങ്ങനെ നടന്നു പോകാൻ അങ്ങോട്ടും അങ്ങനെ തന്നെ അല്ലേ മാഷെ, നടന്നു പോകാൻ പേടി ഉണ്ടായിരുന്ന അവസ്ഥയിൽ ആലോചിച്ചു. ആ ഒരു അവസ്ഥയായിരുന്നു. അവരെന്തനുഭവിച്ചു?
അവർ വാട്സപ്പോ, അവർ ഫേസ്ബുക്കോ, അവർ ഇൻസ്റ്റയോ, അല്ലെങ്കിൽ അതുപോലത്തെ പുതിയ പുതിയ ഓരോ ദിവസവും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതായ പുരോഗതിയുടെ പടവുകൾ കണ്ടവരല്ല ആ സാധുക്കൾ. അപ്പൊ തെറ്റ് ജീവിതത്തിൽ അങ്ങനെ കുറയും. തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ളതായ വലിയൊരു തൗഫീഖിൽ ജീവിച്ചിരുന്ന ആളുകളാണ് അവർ. അപ്പോ സൂഫിയായ ആളുകൾ ഇവിടത്തെ പള്ളിയിലെ മുഅദ്ദിനുമാരെ പരിചയപ്പെടുത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. താഴത്തെ കുളത്തിൽ നിന്നുകൊണ്ട് വെള്ളം കോരിയിട്ട് അവിടെ നിന്ന് ജുമഅക്ക് വേണ്ടി വുളു എടുക്കാൻ, മറ്റു ഫർള് നിസ്കാരങ്ങൾക്ക് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടി വുളു എടുക്കാൻ ഇവിടത്തെ സഹോദര സഹോദരിമാർ കുളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന ചരിത്രം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. അങ്ങനൊക്കെ സ്വാലിഹീങ്ങളായ ആളുകൾ, അവർക്ക് വലിയ ഇൽമൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. അവര് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ അണ്ടോൺ ഉസ്താദിനെ കേട്ടവരായിരിക്കും അവർ. ബഹുമാനപ്പെട്ട പെരുമുഖം കോയ ഉസ്താദിനെ കേട്ടവരായിരിക്കും അവർ. ബഹുമാനപ്പെട്ട അബൂ ഷാക്കിറ കോയ ഉസ്താദിനെ കേട്ടവരായിരിക്കും അവർ. ഖൽബിൽ നിന്ന് ഖൽബിലേക്കുള്ളതായ വലിയ ദഅവത്തിന്റെ ഉടമകളായിരിക്കും അവർ. ഒരു വാക്ക് അർത്ഥം വെക്കാനോ കൃത്യമായി വേറെന്തെങ്കിലും സംസാരിക്കാനോ ഒന്നും അവർക്ക് കഴിയൂല. മലയാളത്തിലൊന്നും അത്ര നൈപുണ്യൊന്നും ഉണ്ടാവില്ല. പക്ഷേ അള്ളാഹുവിനെ ഖൽബ് കൊണ്ട് അറിഞ്ഞവരായിരുന്നു അവർ. അങ്ങനത്തെ എത്ര ആളുകൾ കിടന്നുറങ്ങുന്ന മണ്ണാണ് നമ്മുടെ മണ്ണ്. ആലോചിക്കണം. ഇതിനു വേണ്ടി നമ്മൾ ഖിദ്മത്ത് ചെയ്താൽ നമുക്ക് ഒരിക്കലും തന്നെ നഷ്ടാവൂല. കഴിഞ്ഞ ദിവസം ഞാനും ബഹുമാനപ്പെട്ട മാഷു ഒരു വീട്ടിൽ ഇങ്ങനെ പോയപ്പോൾ, പരിസര മഹലിൽ ഇങ്ങനെ പോയപ്പോൾ അവിടുന്ന് പറഞ്ഞു, നമ്മളൊക്കെ വിശ്വാസപ്രകാരം നമ്മുടെ പ്രദേശത്ത് ഒന്നാമത്തെ പള്ളിയാണ്. ഇവർ പറയാം ഒന്നാമത്തെ പള്ളിയാണ്. പരിസരവാസികൾ പോലും വിശ്വസിക്കുന്നത് ഈ പ്രദേശത്തെ ഒന്നാമത്തെ പള്ളി എന്ന് പറയുമ്പോ ഓരോ അങ്ങാടിയിലും ഓരോ മഹല്ലത്തിലും ഓരോ പ്രദേശത്തും എത്രമാത്രം പള്ളികൾ വന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് 150 കൊല്ലം മുമ്പ്, ഏകദേശം 150 കൊല്ലം മുമ്പ് സ്ഥാപിക്കപ്പെട്ട വേറെ ആരോടും പോരടിക്കാനല്ല, വേറെ ആരുടെ മുമ്പിൽ ജയിക്കാനല്ല, ആരെയും പരാജയപ്പെടുത്താനല്ല, ആരുടെ മുമ്പിൽ ഗമ കാണിക്കാനല്ല, ഒരു വലിയ ആൾക്കാരെന്ന് പറയാനല്ല, വീരഭദ്രർ വലിയ ആൾക്കാരെന്ന് പറയാനേ അല്ല. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് നമുക്ക് ഇതിന്റെ ഫണ്ട് തുടങ്ങി തന്നത്. ബഹുമാനപ്പെട്ട ശൈഖുൽ മർഹൂം നമ്മുടെ എല്ലാമായിരുന്ന ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദാണ് നമുക്ക് ഫാത്തിഹ ഓതി തുടക്കം കുറിച്ച് തന്നത്. ആലോചിക്കണം. നമ്മൾ ഉസ്സിസ അല തഖ്വ. അതാണ് നമ്മുടെ ഈ പള്ളിയുടെ പ്രതാപം. പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും പ്രതാപം ഞാൻ സൂചിപ്പിക്കുന്നത്. അന്ന് മുതൽ ഇതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്ത അവസാനം ബഹുമാനപ്പെട്ട മൂസക്ക അടക്കം, മൂസക്ക എത്ര കാലം, പതിറ്റാണ്ടുകളോളം മഹല്ലത്തിന്റെ പ്രതിനിധിയായിട്ടും ഞാൻ മനസ്സിലാക്കിയ മൂസക്ക അങ്ങനെ പതിറ്റാണ്ടുകളോളം ഞാൻ പറഞ്ഞു കേട്ട മൂസക്ക അങ്ങനെ പതിറ്റാണ്ടുകളോളം ഈ മഹല്ലത്തിന്റെ കമ്മിറ്റി മെമ്പറായിട്ടും ഇവിടെ നടക്കുന്നതായ ആണ്ട് നേർച്ച പരിപാടികളിൽ, മറ്റ് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്നു ബഹുമാനപ്പെട്ട മൂസക്കയും കേൾക്കുന്നുണ്ട്. ഇത് ബഹുമാനപ്പെട്ട മൂസക്ക അന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞിട്ടില്ല. ആലോചിക്കണം. അതിനുള്ള തൗഫീഖ് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കഴിച്ചിലായി. ഓരോ സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായി, പക്ഷെ സമയത്തിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു. ഞാൻ വിശദീകരിക്കുകയല്ല. ഏതായിരുന്നാലും തഹജ്ജുദ് പരമാവധി പതിവാക്കാനുള്ളതായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇന്നലില്ലാഹി റീഹൻ തുസമ്മ സബീഹ മഖ്സൂനതുൻ തഹ്തൽ അർശ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഒരു റീഹൻ, ഒരു കാറ്റുണ്ട്. തുസമ്മ സബീഹ, അതിന്റെ പേര് സബീഹ എന്നാണ്. മഖ്സൂനതുൻ തഹ്തൽ അർശ്, അതെവിടെയാണുള്ളത്? അർശിന്റെ താഴ്ഭാഗത്താണ്. തഹുബ്ബു ഇൻദൽ അസ്ഹാർ, അതടിച്ചു വീശുന്ന സമയം എപ്പോഴാണെന്നറിയോ? ഇൻദൽ അസ്ഹാർ, അത്തായ സമയത്താണ്. എന്നിട്ട് കാറ്റിന്റെ പണി എന്താണെന്നറിയോ? ഓരോരോ വീടുകളിലും ഓരോരോ വീടിന്റെ ഉള്ളുകളിലും നിഷ്കളങ്കരായ ഉമ്മമാരും ഉപ്പമാരും സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റുകൊണ്ട് ദുആ ചെയ്യുമ്പോ ആ ദുആകൾ ഫതഹമിൽ ദുആ അവല്ലനീൻ, ഈ ദുആയും വഹിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മുടെ വീരമ്പുറത്തെ ഏതെങ്കിലും ഒരു വീടിന്റെ ഉള്ളിൽ വെച്ച്, ഈയാട്ടെയും കുട്ടപ്പൂരിലെയും ഏതെങ്കിലും ഒരു വീടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു പ്രിയപ്പെട്ട ഉമ്മയോ ഉപ്പയോ ഈ സമയത്ത് അള്ളാഹുവിനോട് കരഞ്ഞു പറയുമ്പോ ആ ദുആനെ വഹിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന പണിയാണ് ആർക്ക്? ഈ അസ്ഹാർ, ആ സമയത്തുള്ളതായ സബീഹത്ത് എന്ന് പറയുന്നതായ ഈ കാറ്റിന്റെ പ്രത്യേകത. പിന്നെയോ വല്ലനീൻ, ഏകി കരിച്ചിലുകളെയും ആ സമയത്ത്
ഉമ്മമാരെഴുന്നേറ്റുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വഹഖഖതു യഅസീമൻ സിവാകാലി ഫഖരി വജിഅതുക മുഹ്താജൻ ഫകൈഫ അളിയൂ. രാജാതിരാജനായ അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കടം വന്നപ്പോ ആരോടൊക്കെയോ കടം ചോദിച്ചു. വല്ലാതെ പ്രയാസത്തിലാണ്, വല്ലാതെ സങ്കടത്തിലാണ്, കടം തിരിച്ചു വീട്ടാൻ കഴിയാത്ത വല്ലാത്ത പ്രതിസന്ധിയിലാണ്. വീരമ്പൃത്തുകാരെനിക്കറിയാം, നിങ്ങൾക്കൊരു പക്ഷെ നിങ്ങൾക്കാർക്കും അറിയാത്ത ആളുകളെ രഹസ്യമായിട്ട് വന്നിട്ട് കണ്ണീരൊലിപ്പിച്ച് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സുഹൃത്തുക്കൾ എനിക്കറിയാം. ഉഷാറാണ്, പുറമെ ചിരിയാണ്, ഒരു പ്രശ്നവുമില്ല. ലക്ഷങ്ങൾ കടങ്ങളായിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന കൂട്ടുകാരെ എനിക്കറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയാം. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കടം വന്നപ്പോ ആ ഭർത്താവ് പലരോടും ചോദിച്ചപ്പോ ഇനി കിട്ടാനില്ലാത്ത മാർഗമാണ്, ഒരിക്കലും തന്റെ വാളുകളിൽ നിന്ന് കിട്ടൂല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഭർത്താവൻ അടുത്ത വീട്ടിലേക്ക് പറഞ്ഞയച്ചല്ലോ. ഞാൻ പോയിട്ട് ഇന്നാലിന്ന ഹാജിയാരുടെ ഭാര്യയോട് ഞാൻ പറഞ്ഞല്ലോ, ഒരല്പം പണം വേണം, ഒരു 10,000 രൂപയെങ്കിലും വേണം. മനസ്സില്ല, മനസ്സോടെ ആ പ്രിയപ്പെട്ട ഹാജിയാര് ഭാര്യ മുഖാന്തരം കൊടുത്തല്ലോ. പക്ഷെ അത് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. വീണ്ടും എന്റെ ഭർത്താവ് പറയുന്നത് പോയി ചോദിക്കാനാണ്, ഞാൻ എങ്ങോട്ട് പോവാനാണ്, തിരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. വഹഖഖതു യഅസീമൻ സിവാകാലി ഫഖരി വജിഅതുക മുഹ്താജൻ ഫകൈഫ അളിയൂ. രാജാതിരാജനായ അല്ലാഹുവേ, ഇതെന്റെ മകന് കാണുന്നില്ല. ഞാൻ ഈ പാതിരാ സമയത്ത് അല്ലെങ്കിൽ സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് വുളൂയിലായിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കൈ ഉയർത്തിയിട്ട് ഈ കണ്ണീരൊലിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറിയുന്നില്ല, എന്റെ മകൻ അറിയുന്നില്ല, എന്റെ മകന്റെ ഭാര്യ അറിയുന്നില്ല, എന്റെ പേരമക്കൾ അറിയുന്നില്ല, ആരും അറിയാതെ ഞാൻ നിന്നോടാണ് ഈ മുനാജാത്ത് നടത്തുന്നത്, നിന്നോടാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വഹഖഖതു യഅസീമൻ സിവാകാലി ഫഖരി വജിഅതുക മുഹ്താജൻ ഫകൈഫ അളിയൂ. അല്ലാഹു, ആരോടൊക്കെ അടുക്കലേക്ക് ഞാൻ പോയി നോക്കിയപ്പോ അവരെന്നെ വെറും കയ്യിൽ ആട്ടിവിട്ടപ്പോ ഫജിഅതുക മുഹ്താജൻ, എനിക്ക് ആവശ്യമുള്ളവനായിട്ടാണ്, എനിക്ക് ആവശ്യമുള്ളവളായിട്ടാണ് ഞാൻ നിന്നിലേക്ക് വന്നിരിക്കുന്നത്. നിന്നിലേക്ക് ഞാൻ 2 കരങ്ങളും ഉയർത്തിയത്, എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുന്നത്. ഫകൈഫ അളിയൂ, പിന്നെ ഞാൻ എങ്ങനെ നഷ്ടപ്പെട്ടു പോകും? നീ എന്നെ വെറുതാക്കൂല എന്ന് എനിക്ക് ഉറപ്പാണെന്ന് ആ സമയത്ത് കൊണ്ട് കരഞ്ഞു പറഞ്ഞാൽ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലില്ലാഹി റീഹ തുസമ്മ സബീഹ, സബീഹ എന്ന് പേരുള്ളതായ ഒരു കാറ്റ് അല്ലാഹുവിനുണ്ട്. മഹ്സൂനത്തുന് തഹ്തൽ അർശ്, അർശിന്റെ താഴ്വാരത്ത് നിക്ഷേപിക്കപ്പെട്ടതാണ്. തഹുബ്ബു ഇൻദൽ അസ്ഹാർ, സുബ്ഹിന്റെ മുമ്പുള്ള അത്തായ സമയമുള്ളല്ലോ, ആ സമയത്ത് ഈ കാറ്റിങ്ങനെ അടിച്ച് വീശുന്നതാണ്. എന്താണ് ആ കാറ്റിന്റെ പണിയെന്നറിയോ? ഫതഹ്മിലു ദുആ വല്ലനീൻ, എവിടെങ്കിലും ആളുകൾ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദുആനെയും മേറ്റിപ്പോകുന്ന വാഹനമാണ് ഈ കാറ്റ്. അല്ലനീൻ, ആരെങ്കിലും ഏങ്ങി കരയുന്നുണ്ടെങ്കിൽ ആ കരച്ചിലിനെയും കണ്ണീരിനെയും ഏറ്റി കൊണ്ടുപോകുന്ന പണിയാണ് ഈ കാറ്റിനുള്ളത്. വൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതിനെയും ഏറ്റിക്കൊണ്ടുപോകുന്ന പണിയാണ് സബീഹ എന്ന് പറയുന്ന കാറ്റിന്റെ പണി. എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? അലക്ഷ്യമായി പോവുകയല്ല, ഇലാ ഹളറത്തിൽ അസീസിൽ ജബ്ബാർ, രാജാതിരാജനായ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. വീരമ്പ്രത്തുകാരുടെ കരച്ചിലിനെ എത്തിക്കുന്ന പണിയാർക്കാണ്? സുബ്ഹിന്റെ മുമ്പ് അടിച്ചു വീശുന്ന അക്കാറ്റിനാണെന്ന് മഹാന്മാർ. ആ കാറ്റിന്റെ പണി അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പണികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ഞാൻ
സൂചിപ്പിച്ചത് ഇബാദുർ റഹ്മാന്റെ രണ്ടാമത്തെ ക്വാളിറ്റി. ഈ ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ വരിക എന്നുള്ളതാണ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണം തമ്പുരാനെ. പിന്നെയും ഫുർഖാൻ സൂറത്തിൽ പറയുന്നുണ്ട്, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ. ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിന്റെ അടിമയാകുന്ന ഈ ആണ്, അല്ലാഹുവിന്റെ അടിമയാകുന്ന ഈ പെണ്ണ്, അല്ലാഹുവിന്റെ അടിമയാകുന്ന ഈ ചെറുപ്പക്കാരനെ, ചെറുപ്പക്കാരി, വല്ലദീന യഖൂലൂന അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ പടച്ചോനെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആയിരക്കണക്കായ വർഷങ്ങൾ കത്തിച്ചിട്ട് ദുനിയാവിലുള്ള അഗ്നിയേക്കാൾ 70 ഇരട്ടി അഗ്നിയുണ്ടെന്നാണ്, ശക്തിയുണ്ടെന്നാണ് നിന്റെ ഹബീബ് നരകത്തീയെ പറ്റി ഞങ്ങളോട് പഠിപ്പിച്ചു തന്നത്. ദുനിയാവിലുള്ളതായ ഒരു കത്തിയാളുന്ന തീയുടെ അടുക്കലേക്ക് പോലും പോവാനുള്ള ശക്തി ഞങ്ങൾക്കില്ലല്ലോ റബ്ബേ. ഇതിനേക്കാൾ 70 ഇരട്ടിയുള്ളതായ ഈ അഗ്നിയെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും തമ്പുരാനെ? ഈ നരകത്തിനെ തൊട്ട് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ. പടച്ചോനെ ആ കത്തിയാളുന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യുന്ന മനുഷ്യന്മാർ ആരാണ്? അവർ ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ സച്ചരിതരായ അടിമകളാണെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അൻസലല്ലാഹു അസ്സ വജൽ. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു തരുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ജുമുഅക്ക് ശേഷം പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു ഹദീസ്, ഒരായത്ത്, നരകത്തിൽ നിന്ന് സഖറാകുന്ന, നരകത്തിൽ കിടന്നിട്ട് കത്തിയാളുന്ന പ്രയാസം അനുഭവിക്കുന്ന കൂട്ടുകാരോട് ചോദിക്കപ്പെടുന്നതാണ്, മാ സലകകും ഫീ സഖർ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, പ്ലസ് ടുവിനും ഡിഗ്രിക്കും പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ ആൺകുട്ടികളെ, പെൺകുട്ടികളെ, നമ്മൾ ശ്രദ്ധിക്കണേ. നാളെ ഖബറിൽ വെച്ചുകൊണ്ട്, നാളെ നരകത്തിൽ വെച്ചുകൊണ്ട് ഒരു ചോദ്യമുണ്ട്. മലായിക്കത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്, എന്താണ് സഖർ എന്ന നരകത്തിലേക്ക് നിങ്ങളെ കടക്കാനുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല സഖർ എന്ന നരകത്തിലേക്ക് നിങ്ങളെ കടത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ ഒന്നാമത്തെ മറുപടി എന്താണെന്നറിയോ? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ്, വിശദീകരണമല്ല, മഹാന്മാരുടെ വചനങ്ങളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരായിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട മറുപടിയാണ്. ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, വേണ്ടാന്നല്ല. ഒരുപാട് ഖിദ്മാത്തുകൾ ചെയ്തിട്ടുണ്ട്, വേണ്ടാന്നല്ല. നിസ്കാരത്തിനെ പോലെ ഇസ്ലാം ഗൗരവമായി പറഞ്ഞ വേറെ ഏതൊരു ഇബാദത്താണുള്ളത്? നോമ്പാണോ, സകാത്താണോ, സദഖയാണോ, ഹജ്ജാണോ? അല്ല, അല്ല. ഏറ്റവും മർമ്മപ്രധാനമായിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഇബാദത്ത്, ഒരു മുഅ്മിനായ അടിമയുടെയോ കാഫിറായ അടിമയുടെയും ഇടയിലുള്ള ഏക വ്യത്യാസം തർക്കുസ്സലാ. അവൻ പേരേതോ സ്വീകരിക്കട്ടെ, അതിലല്ല കാര്യം. തർക്കുസ്സലാ, നിസ്കാരത്തിനെ ഉപേക്ഷിക്കലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹുൽ മുഈൻ അടക്കമുള്ളതായ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ വളരെ വിശദമായി പറയുന്നുണ്ട്. ഒരാൾ ളുഹ്ർ നിസ്കാരം, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ളുഹ്ർ നിസ്കാരം, അസർ നിസ്കാരത്തിന്റെ സമയവും കഴിഞ്ഞിട്ട്, എടോ ചങ്ങാതി നീ നിസ്കരിക്കുന്നില്ലേ? നിന്റെ കളി വന്ന് കഴിഞ്ഞിട്ട്, നിന്റെ കുളി കഴിഞ്ഞിട്ട്, അതല്ലെങ്കിൽ നിന്റെ യാത്ര കഴിഞ്ഞ് വന്നപ്പോ ളുഹ്റും അസറും നീ നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അത് അവിടെ നിൽക്കട്ടെ എന്നാണ് അവന്റെ മറുപടി. എങ്കില് ഖുതില ബിസൈഫി, വാളുകൊണ്ട് വെട്ടിയിട്ടവന് കൊല്ലണമെന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം. എത്ര വട്ടം കൊല്ലേണ്ടി വരും പലരെയും? ഞാൻ പലപ്പോഴും ഈ മക്കളോട് പറയും, വല്ലാഹി ഞാൻ പറയുന്ന കാര്യം, നമ്മൾ പലപ്പോഴും പിന്നെ ഏറ്റവും വലിയൊരു തൗഫീഖ് എന്ന് പറഞ്ഞാൽ ദർസിലൊക്കെ പോയത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു തൗഫീഖ്, ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, പപ്പ അങ്ങനൊക്കെ സ്ട്രോങ് ആണ്, എന്തിനയക്കല്ലോ, കളിക്കാൻ സമ്മതിക്കൂല, മഗ്‌രിബിന് പുറത്തിറങ്ങാൻ സമ്മതിക്കൂല,
രാത്രിയെങ്ങാനും പുറത്ത് പോയിക്കുകയാണെങ്കിൽ അതിനവിടെ ഹിസാബ് ബോധിപ്പിക്കണം. 9 മണി കഴിഞ്ഞിട്ടാണ് അവിടെ കയറാൻ പറ്റൂല പിന്നെ ഏട്ടാ പോയിക്കളാന്നല്ല സനവ പോയിക്കളാന്നല്ല. പക്ഷേ അത്രയും അങ്ങനെ ആ ഒരു സമയത്തുണ്ടായിരുന്നൊരു മാനസികമായ സംഘർഷം എൻ്റെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങളോട് മാഷ് തുടങ്ങിച്ചോട്ടെ. ഇപ്പൊ കിട്ടുന്നതിൻ്റെ അളമത്തിനനുസരിച്ച് നമുക്ക് ഇടാനും പറ്റും. അങ്ങനെയുണ്ട്. എല്ലാവരും സഹകരിക്കണം, മനസ്സറിഞ്ഞ് സഹകരിക്കണം. 10 റുപ്യ ഇട്ടാൽ മതി. കുടുങ്ങിയല്ലോ എന്ന് വിചാരിച്ചാൽ ആരും ഇടേണ്ടിയല്ല. 1 റുപ്യ കൂടെ കൊടുത്താൽ നമുക്ക് 10 ലക്ഷമാണ് നമുക്ക് വേണ്ടിയെന്ന് കൂട്ടിക്കോളി. 10 റുപ്യാണ് സഹോദരിമാരുടെ ഭാഗത്ത്. വേറെ പറയാനുണ്ട്. അപ്പോൾ സഹോദരിമാരുടെ ഭാഗത്തിൽ ശ്രദ്ധിക്കാം. 10 റുപ്യ നമ്മൾ കൊടുത്താൽ ബാക്കി 10 ലക്ഷത്തിലേക്ക് ബാക്കി എത്രയാണെന്ന് വെച്ചാൽ അത് എന്താക്കിയാൽ മതി, നമ്മൾ കൊടുത്താൽ മതി, ഉണ്ടാക്കിയാൽ മതി. ആ കൊടുക്കുന്നത് മനസ്സറിഞ്ഞ് കൊടുക്കുക. ഹലാലും ത്വയ്യിബാകുക. നമ്മളെ സമ്പത്ത് അൽഹംദുലില്ലാ നമ്മുടെ പള്ളിയും മദ്രസയും സംവിധാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ഹലാലും ത്വയ്യിബായതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്. മനസ്സറിഞ്ഞ് കൊടുക്കുക. 10 റുപ്യ എന്ന് പറഞ്ഞു പോയത് കൊണ്ട് പൈസ ആരും ചെറുതാക്കുകയും ചെയ്യരുത്. ആരൊക്കെയുള്ള നല്ലോണം കൊടുക്കുക. ചോദ്യമാണ് നരകത്തിൽ കിടക്കുന്ന ഈ കൂട്ടുകാരോട്. ഒന്നാമത്തെ മറുപടി മിനൽ മുസല്ലീൻ. ദുനിയാവിൽ വെച്ചുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് മുത്താലിമായി എന്നുള്ളൊരു കാര്യം കൊണ്ട് ഏറ്റവും വലിയൊരു തൗഫീഖ് പലപ്പോഴും ചിന്തിച്ചു പോവാറുള്ളത് അന്നാ പോയത് കൊണ്ട് ആ സമയത്ത് എന്തായിരുന്നാലും ജമാഅത്തോട് കൂടിയിട്ട് പള്ളി നിസ്കരിക്കുന്നത് ഒരേൽ വന്നാന്നുള്ളത് അത് വേറെ വിഷയം. പക്ഷേ അവിടെ നിന്ന് കൃത്യമായിട്ട് അത് നിസ്കരിച്ചു പോകും. എനിക്കും ആശിക്കനൊന്നും പൊരയിൽ വന്നാലും ഇതുണ്ടാവില്ല, കഴിച്ചിലാവില്ല. ആശിക്ക് ചെറുക്കുക പൊരയിൽ വന്നാലും കഴിച്ചിലാവില്ല. അത് ആണതക്കണം. ഒന്നെങ്കിൽ ഞങ്ങൾ പൊരയിൽ പോയാലും അന്ന് ഞാൻ വിചാരിക്കല്ലേ ഒപ്പം എന്തിനാക്കല്ലേ ഇമാമ് നിർത്തണത്. അപ്പോൾ കുട്ടിപ്രായത്തിൽ അപ്പോൾ മനസ്സിലാകും എന്തെങ്കിലും പിന്നെ മിസ്റ്റേക്ക് വന്നിക്കുകയാണെങ്കിൽ അന്നപ്പം തന്നെ തിരുത്തി തരും. നമ്മളടുക്ക് പോകണ്ട വാപ്പ കയ്യട്ടെ വിചാരിച്ചു പോയാൽ വിടൂല. അപ്പോൾ വിളി വന്നിട്ട് ആ ഒരു രീതിയിലായിരുന്നു അവർ വളർത്തി. അതിൻ്റെ 100-ൽ 1 പോലും എൻ്റെ മക്കളെ വളർത്താൻ എനിക്ക് എന്താകുന്നില്ല, കഴിയുന്നില്ല. കാരണം നമുക്ക് സൗകര്യം കൂടി, നമുക്ക് സംവിധാനം കൂടി, നമുക്ക് തിരക്ക് കൂടി. ഒലങ്ങാട്ടി വലിയ തിരക്കല്ലേ നമ്മൾ ദുനിയാവിൻ്റെ തിരക്കിലല്ലേ. ഓലെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയ ആളുകളെ സംബന്ധിച്ച് ആഖിറത്തിന്റെ തിരക്കിലായിരുന്നു. അല്ലാഹ് എന്നും മാത്രം പറഞ്ഞ് ഉറങ്ങാത്ത മനുഷ്യന്മാരെ പറ്റിയിട്ട് ഇപ്പയും ഉണ്ട് എന്ന് നമ്മുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞു. ഓലെ പണി അല്ലാഹ് പഠിച്ചവനെ കഴിച്ചിലാവൂലേ. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ, അള്ളാഹ്ക്ക് ദാഖിരീങ്ങളായിട്ടുള്ള വിഭാഗം ആളുകൾ. നിസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവമാണ്. ഓന്റെ ബുദ്ധി സ്ഥിരമാകുന്ന കാലത്തോളം നിസ്കരിക്കണം. നോമ്പിനെ പറ്റി അങ്ങനെ പറഞ്ഞില്ല. ഓന് നോമ്പിന് ശാരീരികമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കാൻ കഴിവുള്ളവനായിരിക്കണം. അല്ലാത്തവൻ ഇത് ശരീരത്തിനെ പീഡിപ്പിച്ചുകൊണ്ട് നോമ്പ് നോൽക്കണ്ട. പൈസ കണ്ട് പക്ഷെ ഓനൊരു നിൽക്കും. ഫ്ലൈറ്റിലും കൂടെ ഇങ്ങനെ പോണേരോ. ഞാൻ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു ഇവിടെ. രാത്രി ഇങ്ങനെ പോണേരോ. കുറച്ച് നിങ്ങൾ നോക്കി 2 ഫ്ലൈറ്റ് പോവുക രാത്രി. എന്തായിക്കല്ല അതിൻ്റെ ഒരു അജായിബ്. ആരായിക്കല്ല അതിലുള്ളത്. ഇങ്ങനെ ഇതിൽ പോയതാ. ഓല് നമ്മളെ വീരമ്പുറത്തിന്റെ മുകളിൽ കൂടെ പോണ ഞാൻ അങ്ങനെ ഇവിടുന്ന് കാണുക. ഇവിടുന്ന് ആ പള്ളിന്റെ മുറ്റത്തുനിന്ന് നമ്മളിപ്പം നവീകരിച്ചു കൊണ്ടിരിക്കും പള്ളിന്റെ മുറ്റത്തുനിന്ന്. അപ്പൊ കുട്ടിയോട് ഞാൻ പറഞ്ഞു, പക്ഷെ അത് നോക്കി നിങ്ങൾ എന്തായിരിക്കും, ആരായിരിക്കും, എത്ര ആയിരക്കണക്കിന് കിലോ ഭാരാണ് അത് പിടിച്ചു പോണത്. ഇതാരാ കണ്ടെത്തിയത്? ഖുലിഖൽ ഇൻസാനു ലഹീഫ. മനുഷ്യനെ പടച്ച ലഹീഫ. നമ്മളൊന്നും അല്ല. ഒന്നും ഒരു ഞെട്ടിപ്പോയാൽ കഴിഞ്ഞു. ഒരു മനുഷ്യന്റെ കഥ അത്രയുള്ളൂ. ഓനാണ് ഇത് കണ്ടെത്തുന്നത്. എത്ര അത്ഭുതമാണ്, എത്ര മഹാത്ഭുതങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ദുനിയാവിന്റെ തിരക്കിലാണ്. പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ ആഖിറത്തിന്റെ തിരക്കിലുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു. അവരന്ന് ജീവിച്ചത് കൊണ്ടും അവര് നമ്മളെ വളർത്തിയത് കൊണ്ടുമാണ് നമ്മൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് വളരാനുള്ളതായ കാരണം. അല്ലാഹു തആല ഇനിയും ഒരുപാട് ആഖിറത്തിനെ തേടുന്ന മനുഷ്യന്മാരുള്ള നാടാക്കിയിട്ട് അല്ലാഹു തആല ഈ നാടിനെ മാറ്റി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഈ ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അതിലൊന്നും പോകാൻ എന്നെ കൊണ്ട് കഴിയൂല. ഇവിടുന്ന് മക്കത്തേക്ക് കയറി പോകാന്ന് പറഞ്ഞാണ്. അത് എനിക്ക് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. എനിക്ക് പോകാൻ കഴിയൂല. ഇന്ത്യൻ മാനസികാവസ്ഥ അങ്ങനെ തന്നെയാണ്. ഒരിക്കലും കഴിയൂല. അവനെ പറ്റി പോകണമില്ല. അവന് മുതലാലും വഴിയാലും എല്ലാ രീതിയിലും കഴിവായതിനെ പറ്റിയാണ് ഹജ്ജിന് പോകാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനത്തെ ചില ആളുകളുണ്ട്. ഒക്കെ ഉഷാറായിരിക്കും.
ഏത് ട്രാവൽസ് നടത്തുന്ന ആളുകൾ വരെ അവർക്കറിയാം ഫ്ലൈറ്റ് കയറാൻ പേടി. ഓല ഇങ്ങനെ ടിക്കറ്റ് കൊടുക്കുകയായിരിക്കും, പക്ഷെ ഓൽക്ക് എന്താ ഫ്ലൈറ്റ് കയറാൻ പേടിയുള്ള ആൾക്കാർ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നിസ്കാരം അങ്ങനല്ല. അവന്റെ ബുദ്ധി സ്ഥിരപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുക, അങ്ങനെ കണ്ണോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ആളിങ്ങനെ വന്നെന്ന് പറയുമ്പോൾ അവരിങ്ങനെ ചിരിക്കുന്നുണ്ട്. അവന് ബുദ്ധി ഉണ്ട്, ഓനെ നിസ്കരിപ്പിച്ചോളണം. ആലോചിക്കണം. ഇനി അങ്ങനെ നമ്മുടെ ഏതെങ്കിലും കഴിഞ്ഞ കാലഘട്ടത്തിൽ നിസ്കാരം ഇല്ലാത്തതായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖളാ വീട്ടിക്കൊള്ളണം. അത് മോനേൽക്കും ചാപ്പേൽക്കും ഒന്നും പറയാനില്ല. പൈസന്റെ വിഷയമാണ് മോനേൽക്കണതും ചാപ്പേൽക്കണതും മറ്റും. നിസ്കാരത്തിന്റെ വിഷയം എൻ്റെത്, ഞാൻ തന്നെ ഏൽക്കണം. എന്റെ കാര്യം ഞാൻ തന്നെ ഏൽക്കണം. രണ്ടാമത്തെ ഹദീസിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം വഅൻ ശബാബിഹി ഫീമാ അബ്ലാ. യുവത്വത്തിനെ സംബന്ധിച്ചാണ് അടുത്ത ചോദ്യം. പുറത്തു നടന്നു വന്നത്. അപ്പോ രണ്ടാമത്തെ കാര്യം യുവത്വത്തിനെ സംബന്ധിച്ചാണ്. ആലോചിക്കണം. 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞാലേ മുന്നോട്ട് പോവാൻ കഴിയൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പഠിപ്പിക്കുന്നത് യുവത്വത്തിനെ സംബന്ധിച്ചാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ആഖിറമാകുന്ന അവസ്ഥയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹുവിന്റെ തണലല്ലാത്ത നിഴലല്ലാത്ത ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. അന്ന് 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ നിഴലിട്ട് കൊടുക്കുന്നതാണ്. ഒന്ന് ഇമാമുൻ ആദിൽ, നീതിമാനായ ഇമാമാണ്. രണ്ടാമത്തേത് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ വളർന്നതായ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് വളർന്നതായ യുവാവാണ്. വല്ലാത്തൊരു ദിവസമാണെന്ന്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഇഹിം വതുകല്ലിമുനാ ഐദീഹിം വതശഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഈ നാവുമലാട് സീല് വെക്കും, ഈ വായമ്മല് സീല് വെക്കും. പിന്നെ സംസാരിക്കാൻ കഴിയൂല. പിന്നെ സംസാരിക്കുന്നത് ആരാണ്? യാസീൻ സൂറത്തിൽ അല്ലാഹു തആല പറയുകയാണ് വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കരങ്ങളാണ് നമ്മോട് സംസാരിക്കുന്നത്. വതശഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി നിൽക്കുകയുമാണ്. ഒരു മറുപടിയും പറയാൻ കഴിയൂല. വല്ലാത്ത പ്രയാസപ്പെടുന്ന അവസ്ഥയാണ്. ഒരു നോയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു സന്ദർഭമേ അല്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. വല്ലാത്തൊരു ദിവസം ദുനിയാവിൽ ജീവിച്ച ഓരോ ആണിനും പെണ്ണിനും വരാനുണ്ട്. സയ്യിദുനാ അബൂനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ളതായ 1,000-ലധികം പ്രവാചകന്മാർക്ക് വരാനുണ്ട്. എല്ലാവരും നഫ്സി 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 എന്ന് പറയുന്ന പ്രത്യേകമായൊരു ദിവസം വരാനുണ്ട്. മിഖ്ദാറുഹു 50,000 സന. അന്നത്തെ ഒരു ദിവസം ദുനിയാവിലെ 50,000 ദിവസത്തെ വൈദൂര്യമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. ആളുകൾ ഓടുകയാണ്. ആരാ തൊട്ടാണ് ഓടുന്നത്? അഖീ, തന്റെ കൂടപ്പിറപ്പായ ശഖീഖായ സഹോദരനെ വിട്ട് ഓടുകയാണ്. വ ഉമ്മിഹി, 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ തൊട്ട് ഞാൻ ഓടുന്ന ഒരു ദിവസം വരാനുണ്ട്. വ സാഹിബതിഹി, വളരെ പ്രതീക്ഷയോടുകൂടി എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സഹധർമ്മിണി, അവരെയും വിട്ട് ഞാൻ ഓടുന്നൊരു ദിവസം വരാനുണ്ട്. വ ബനീ, ആൺകുട്ടികളെ തൊട്ടും പെൺകുട്ടികളെ തൊട്ടും ഓടുകയാണ്. എല്ലാവർക്കും പറയാനുള്ളത് നഫ്സി 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 നഫ്സി. വിയർപ്പിൽ ജനം കുളിക്കുന്ന ദിനവും അന്നാ, മുഴമെഴുപതുയരും ഭൂമിയിൽ നിന്നെന്ന. ഇതുപോലെ തിരുനബി മുസ്തഫ പറയുന്നതാ, ശൈഖാനി റിപ്പോർട്ടുള്ളതായി കാണുന്നതാ, ശിരസിന്റെ തൊട്ടടുത്തന്ന് ശംസുദിക്കുന്നതാ എന്നുള്ളതും നീ മുസ്ലിമിൽ കാണുന്നതാ. തലക്ക്
തലക്ക് മുകളിൽ സൂര്യൻ ഉദിക്കുകയാണ്. ചില ആളുകൾ നെരിയാണി വരെ വിയർപ്പിൽ കുളിച്ചുകൊണ്ട് പ്രയാസപ്പെടുകയാണ്, കാലിന്റെ മുട്ട് വരെ അരവരെ. അതേ പ്രകാരം അങ്ങനെ പോന്നിട്ട് ഒന്നായിട്ട് അവന് വിയർപ്പിൽ മുങ്ങിയിട്ട് അനങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന സങ്കടപ്പെടുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് ഓരോരോ മനുഷ്യന്മാരുടെയും ദുനിയാവിലെ ജീവിതത്തിനനുസരിച്ച് നാളെ ആഖിറത്തിൽ അവൻ അനുഭവിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. മഹാനായ പ്രവാചകനെ ഈ ദിവസത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് യുഹ്ശറുന്നാസു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾ ഒരുമിച്ച് കൂട്ടുന്നത് മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള കോടാനുകോടി മനുഷ്യന്മാരെ വീരമ്പ്രത്ത പള്ളിയുടെ ചുറ്റിൽ നന്ദ്യവിഷമം കൊള്ളുന്ന 150 കൊല്ലം പഴക്കമുള്ളതായ നൂറുകണക്കിന് ആളുകളും അവിടെ വരികയാണ്. നമ്മുടെ വല്യുപ്പമാരും വല്യുമ്മയാരും വരികയാണ്. അവർ വരുന്ന കോലം എങ്ങനെയാണെന്നറിയോ? യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഉർലാ, പാദരക്ഷ ധരിക്കാത്തവരായിട്ടാണ്, ചേലാകർമ്മം ചെയ്യാത്തവരായിട്ടാണ്, വിവസ്ത്രകളായിട്ടാണ്, വസ്ത്രം ധരിക്കാത്തവരായിട്ടാണ്. മഹദി ആയിഷ ബീവി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അവയറാ ബഅ്ദുനാ ഉറത ബഅ്ദിനാ, ഒരു പ്രശ്നമല്ല നബിയേ, വലാ റഅയ്തു മിൻക, നിങ്ങളുടെ ഔറത്ത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതേ പ്രകാരം തന്നെ വലാ റഅയ്ത മിന്നി, എന്റെ ഔറത്ത് നിങ്ങളും കണ്ടിട്ടില്ല. അക്കാര്യത്തിൽ അത്രമാത്രം ലജ്ജയാണ്. പിന്നെ അവിടെ നിന്ന് കോടാനുകോടി മനുഷ്യന്മാരെ വിവസ്ത്രകളായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ, വസ്ത്രം ധരിക്കാത്തവരായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ, അവയറാ ബഅ്ദുനാ ഔറത ബഅ്ദീൻ, ചിലര് ചില ഔറത്തിലേക്ക് നോക്കൂല നബിയേ, അത് പ്രയാസം സൃഷ്ടിക്കൂല നബിയേ എന്ന് ചോദിച്ചപ്പോ മഹാനായ പ്രവാചകന്റെ മറുപടി ഉണ്ടായിരുന്നത്, യാ ആയിഷ, നീ ബേജാറാകേണ്ടതില്ല, നിന്റെ ഔറത്തിലേക്ക് ആരും നോക്കൂല. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യൂനി, ഓരോരുത്തരും വല്ലാത്ത സങ്കടപ്പാടിലാണ്. എല്ലാവരും കൈച്ചിലാവണം, രക്ഷപ്പെടണം. നഫ്സി 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 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായ സാഹചര്യമാണ്. 1,24,000 പ്രവാചകന്മാരെയും സമീപിക്കുന്നതാണ് ഒരു ദിവസമാണെന്ന്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കാൻ സമയമില്ല. എവിടെയാണ് തെറ്റ് വരുന്നത്? നമുക്ക് തെറ്റ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വയറ് നിറഞ്ഞു എന്നതാണ്. നമ്മുടെ പഴയ കാല ആളുകളെയും നമ്മളെയും തട്ടിച്ചു നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടൂല. ഇപ്പൊ 9 മണി കഴിഞ്ഞാലാണ് എന്താകുന്നത്, ഷോപ്പുകൾ തുടങ്ങുന്നത്. ഇങ്ങനെ പൊരേൽക്ക് വരണ്ടെന്നൊരു അബദ്ധവശാൽ ഒരു ഉമ്മങ്ങ് പറഞ്ഞു പോയി, അൽഹംദുലില്ലാഹ് സലാം, പ്രശ്നമില്ല, പൈസ അല്ല കയ്യിൽ, പൈസ അല്ലല്ലോ മോനെ, പൈസ വേണ്ട, എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് പൈസ അയച്ചിരുന്നു, അതൊന്നും ഒരു പ്രശ്നമല്ല. അത് ഏത് സമയമാണ്, രാത്രി 1 മണിയാണെങ്കിലും 2 മണിയാണെങ്കിലും 3 മണിയാണെങ്കിലും ഒരു ഇട്ടാവട്ടത്തിൽ ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിൽ കിട്ടാത്ത വസ്തുക്കളില്ല. എന്നാൽ അന്ന് 30 കൊല്ലം മുമ്പ് മരണപ്പെട്ടിട്ട് ഈ പള്ളിക്കാട്ടിൽ അന്ത്യവിഷമം കൊള്ളുന്ന നമ്മുടെ വല്യപ്പന്മാർ, അവരുടെ ചെറുപ്പകാലഘട്ടത്തിൽ കിട്ടാത്തൊരു സാധനമായിരുന്നു ഭക്ഷണം. തലയാട്ട് പോയിട്ട് നടന്നു പോയിട്ട് ഇവിടെ ഞാൻ കുട്ടമ്പൂർ കിടന്നു, ഇങ്ങനെ വണ്ടി നോക്കും, ഏതോ വണ്ടിമ്മ ചാവിണ്ടോ നോക്കും, അല്ലെ ആ വണ്ടി ആയിരുന്നു നോക്കും, കുട്ടമ്പൂർ കിടന്നു, വീരമൃത്തം കിടന്നൂല. മനസ്സനുഭവിക്കൂല, നമ്മളെ മാനസികാവസ്ഥ അതിനോട് സെറ്റായി നടക്കൂല. അങ്ങനെ വിചാരിക്കൂ, ഏറ്റവും വെയിലത്താ സുഹൃത്തുക്കളെ പണിയെടുക്കണ ഓല മാനസിക അതാണ്. ഓഫീസിലിരുന്ന് പണിയെടുക്കണ ഓൽക്ക് വെയിലുള്ളാൻ പറ്റും, ഓല AC കുത്തില്ലേ, അപ്പോൾ ഓൽക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. കുറേ നേരം കമ്പ്യൂട്ടറിലേക്ക് നോക്കിയിരിക്കേണ്ടി വരും, കുറേ അങ്ങോട്ട് പറയേണ്ടി വരും, കുറേ അങ്ങോട്ട് പറയേണ്ടി വരും, ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, അങ്ങനെയൊക്കെ പ്രശ്നം ഓൽക്ക് ആ പ്രശ്നമാണ്. ഈ കല്ലിനോട് മല്ലടിക്കുന്ന ആളുകൾക്ക് സിമന്റ് രാവിലെ മുതൽ 10 മണിക്കും ഉച്ചക്കും ഭക്ഷണമല്ലാതെ ഇതിങ്ങനെ കയറ്റിക്കൊണ്ടുപോകുന്ന നമ്മുടെ പ്രായക്കാരും അതിൻ്റെ താഴെയുള്ള പ്രായക്കാരുടെ ഒരവസ്ഥ, ഓല മാനസികാവസ്ഥ അതിനോട് സെറ്റായതാണ്. അപ്പോൾ ഇന്ന് ഭക്ഷണം കിട്ടാത്ത പ്രശ്നം, ഭക്ഷണം ഓവറായ പ്രശ്നമാണ്. തലയാട്ട് പോയിട്ട് നിങ്ങളുടെ ഉപ്പമാർ തലയാട്ട് പോയിട്ട് അവിടുന്ന് കപ്പ തലയിലേറ്റിക്കൊണ്ടുവന്നിട്ട് കുട്ടമ്പൂര് വീരമ്പർ പരിസര പ്രദേശങ്ങളിൽ അത് വിറ്റിട്ട് നിങ്ങളെ പോറ്റിരുന്ന ഉപ്പമാരുണ്ട് എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ മരിച്ചവരെ സംബന്ധിച്ച് ഞാൻ അറിയുന്ന ആളുകളെ സംബന്ധിച്ച് പലരും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ, നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്
നമ്മൾ രക്ഷപ്പെടും. നാളെ അർശിന്റെ നിഴല് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യമായിട്ട് എടുത്തരും. പിന്നെ മൂന്നാമത്തത് ഞാൻ ചുരുക്കി പറയാണ്, റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി. നമ്മളെ വിഷയവും കൂടാണത്. റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി. നാളെ അർശിന്റെ നിഴലിട്ട് കൊടുക്കുന്ന ഒരു വിഭാഗമാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. 7 ആളുകളെ പരിചയപ്പെടുത്തി. അതിൽ 7ാമത്തെ വിഭാഗത്തിനെ പറ്റി പറഞ്ഞത് റജുലുൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാലത ഐന. അള്ളാഹുവിനെ വിജനമായ സ്ഥലത്ത് വെച്ചിട്ടാട്ട് ഓർത്തിട്ട് ഓന്റെ കണ്ണുനീർന്ന് ഒരിറ്റ് കണ്ണുനീർ വന്നാലേ നരകല്ല. ഓന് നാളെ അർശിന്റെ നിഴലുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അയ്യോ വാപ്പ മരിച്ചപ്പോ എപ്പോഴെങ്കിലും ആ സങ്കടം കൊണ്ട് പിന്നെ ഇതായിട്ടുണ്ട്, കരഞ്ഞില്ലെങ്കിലും പ്രശ്നമാണല്ലോ എന്നിട്ട് നമ്മളാരെയും അതങ്ങൾ അങ്ങനെ വിചാരിക്കില്ലേ. ഒരു പൊതുവെണ്ടാണ് ആൾക്കാർ നമ്മൾ സങ്കടപ്പെട്ടിട്ടില്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും? കരയുന്ന കരച്ചിലല്ല. അള്ളാഹുവിന്റെ നിഴല് മാത്രമേ അന്നോന് ഞാൻ അർശിന്റെ നിഴലിട്ട് കൊടുക്കും. പക്ഷേ എന്നോർത്തിട്ട് ദുനിയാവുന്നു കരയേണ്ടിയിരുന്നു. മൂന്നാമത്തെ വിഭാഗം ആളുകളെ പറഞ്ഞത് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി. അവന്റെ ഹൃദയം എപ്പോഴും പള്ളിയുമായിട്ട് ബന്ധിക്കപ്പെട്ടവനാണ്. ളുഹർ നിസ്കാരം കഴിഞ്ഞ അവന്റെ ആലോചന ഉള്ളത് അസർ നിസ്കാരത്തിന് പള്ളിയിലെത്തണമെന്നാണ്. അസർ നിസ്കാരം കഴിഞ്ഞാൽ മഗ്രിബിനെത്തണമെന്നാണ്. വീരമ്പർത്തന്നെ ആയിക്കൊള്ളണമില്ല. കാരണം വീരമ്പർത്തന്നെ എത്തണമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. അവന്റെ ജോലി സംബന്ധമായ യാത്രയിലാണ്. പരമാവധി ജമാഅത്തിനെ സൂക്ഷിക്കുകയാണ് അവന്റെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബഫഖി തങ്ങൾ ഒരുപാട് വിശേഷണങ്ങൾ, കാര്യമായിട്ടുള്ള ഒരു വിശേഷണം ഓർമ്മ വെച്ച നാള് മുതൽ ഒരു ഫർള് നിസ്കാരത്തിന്റെ ജമാഅത്ത് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. 1973 ഹജ്ജിന് പോയപ്പോ 25ഓ 26ഓ 27ാമത്തെ ഹജ്ജിന് പോയപ്പോ ഒരു വെള്ളിയാഴ്ച രാവ് ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബഫഖി തങ്ങൾ അവിടെ മരണപ്പെട്ടപ്പോ സുപ്രഭാതമല്ല, ചന്ദ്രികയല്ല, മറ്റു മാധ്യമങ്ങളല്ല, അമുസ്ലിം സഹോദരന്മാരുടെ പത്രങ്ങളും പോലും എഴുതിയത് വിശുദ്ധ ജീവിതത്തിന്റെ വിശുദ്ധ അന്ത്യം. ആരെപ്പറ്റി? തലപ്പാവ് വെച്ച, കന്തൂറ് ധരിച്ച, അതോടൊപ്പം തന്നെ കയ്യിൽ തസ്ബീഹ് മാലയും പിടിച്ച് അങ്ങനെ ദിക്ർ ചൊല്ലി നടക്കുന്ന, തന്റെ വിദേശ യാത്രയിലായിരിക്കുമ്പോ തന്റെ മകൻ മരിച്ചു എന്നറിഞ്ഞപ്പോ നാട്ടിലേക്ക് വന്നപ്പോ യാത്രക്കാരന്റെ സുന്നത്ത് നിസ്കാരം പള്ളിയിൽ പോയി നിസ്കരിച്ചതിന്റെ ശേഷം മാത്രം വീട്ടിലേക്ക് പോയ നമ്മുടെ നേതാവ്, നമ്മുടെ ജില്ലക്കാരൻ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബഫഖി, അവരുടെ പ്രത്യേകത എന്തായിരുന്നു? അവർക്ക് നമ്പർ 1 നിസ്കാരമായിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദ് ഈ അടുത്ത് നമ്മളിൽ നിന്ന് കൊണ്ട് വിട പറഞ്ഞവർ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയത്തിന് വേണ്ടി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദ് സമസ്തയുടെ മുശാവറ മെമ്പറായിരുന്നില്ലേ? മരിക്കുന്നതിന്റെ ആഴ്ചകൾക്ക് മുമ്പ് നടന്നതായ ഫാമിലി യാത്രയിൽ വയനാട്ട് വെച്ചുകൊണ്ട് എല്ലാവരോടും നിർദ്ദേശിച്ചൊരു നിർദ്ദേശം, എന്റെ കുടുംബത്തിലോ നമ്മുടെ കുടുംബത്തിലോ പരമ്പരയിലോ നിസ്കാരം കളാകുന്ന മക്കൾ ഉണ്ടാകാൻ പാടില്ല. നിസ്കാരം അവസാനമായിട്ട് ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തുമ്പോഴും നിസ്കാരമാണ് പ്രവാചകൻ ഈ സമൂഹത്തോട് ഉണർത്തിയത്, സമുദായത്തോട് ഉണർത്തിയത്. നിസ്കാരം സൂക്ഷിക്കണേ എന്നാണ്. വലിയ ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി, പള്ളിയുമായിട്ട് അവന്റെ ഹൃദയം വല്ലാതെ ബന്ധമുണ്ട്. അവനെ സംബന്ധിച്ച് മഹാനായ പ്രവാചകൻ പറയുന്നത് അർശിന്റെ നിഴല് നാളെ അവന് നൽകുമെന്നാണ്. അർശിന്റെ നിഴല് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവന് കിട്ടും. പള്ളിയുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് നമ്മൾ ഇടപെടുക. അതാരെയും ബോധിപ്പിക്കാനല്ല, ആരെയും കാണാനല്ല, ആരെയും കേൾക്കാനല്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു ദിവസം നമുക്ക്, ഞാൻ അവസാനിപ്പിക്കാൻ, ഇന്നമായ ഉമറു മസാജിദുല്ലാഹി മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ബഹുമാനപ്പെട്ട ബന്നൂർ ഉസ്താദ് ഇവിടെ ഓതി വെച്ചു. അല്ലാഹു അന്ത്യദിനത്തിലും അല്ലാഹുവിലും വിശ്വസിക്കുന്ന ആളുകളാണ് പള്ളി പരിപാലിക്കുന്ന ആളുകൾ. ഇന്നമാ ഉമ്മാറുൽ മസാജിദി ഹും അഹ്ലുല്ലാഹ്, അല്ലാഹുവിന്റെ ഭവനത്തിനെ പരിപാലിക്കുന്ന ആളുകളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഹും അഹ്ലുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ആളുകളെന്നാണ് അവരെ പറ്റി പറഞ്ഞത്.
നിസ്കരിക്കണോലെന്നല്ല, നിസ്കാരം എന്നുള്ളത് പരിപാലനം ഉണ്ടാവുന്നതോടൊപ്പം ബാക്കി എന്തൊക്കെ വേണോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ പറ്റി പറഞ്ഞത് ഹും അഹ്ലുല്ലാഹ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു പള്ളി എടുക്കാൻ വേണ്ടി നോക്കിയപ്പോ, ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോ ജനങ്ങളൊക്കെ വെറുത്തപ്പോ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഫഖാല ഉസ്മാൻ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകനെ ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു മസ്ജിദൻ ഫിൽ ജന്ന. ദുനിയാവിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ട സ്ഥലത്ത്, ഉപകാരമാകുന്ന സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിച്ചാൽ, പള്ളിയുമായിട്ടുള്ളതായ പരിപാലനം നടത്തിയാൽ ബനല്ലാഹു മസ്ജിദൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല അവനിക്ക് ഒരു വീട്, ഒരു പള്ളി പണിതു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സാദിഖുൽ മസ്തൂഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ജീവിതത്തിൽ ഒരു കളവ് പോലും പറയാത്തതായ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇന്ന് മഗ്രിബിന് ശേഷം ഉണ്ടായ വലിയൊരു സന്തോഷം എന്താണെന്നറിയോ? ഒരു സഹോദരൻ, ഈയാട്ടുള്ളതായ ഒരു സഹോദരന് 2000 രൂപ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സഹോദരി 500 രൂപ വന്നിട്ടുണ്ട്. പറന്നുള്ളൊരു സഹോദരി 500 രൂപ വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു സഹോദരൻ മഗ്രിബിന്റെ തൊട്ടുമ്പ മാഷെ എന്നെയും കൂടെ വിളിച്ചെടുത്താക്കണം 10,000 രൂപ സ്വകാര്യമായിട്ട് ദ്വാരക്കാൻ വേണ്ടിയിട്ട് എന്നെയും കൂടെ ഇത് കൂട്ടിയത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ AC 2 എണ്ണം ഇറങ്ങി. ഞാൻ വെച്ചല്ല മാഷെ AC അല്ലേ നമ്മൾ ഇല്ലയെന്ന് പറഞ്ഞത്. അപ്പോൾ 2 എണ്ണം ഓഫറായുള്ളായിരുന്നു, 2 എണ്ണം കൂടെ വേണ്ടിയിരുന്നു. പക്ഷേ അത് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ കടം കൂട്ടണ്ട എന്നുള്ളത് ഇല്ലാന്നല്ലേ തീരുമാനിച്ചു. പിന്നെന്താ ഇവിടെ AC ഇറങ്ങിയെന്ന് ചോദിച്ചപ്പോൾ മാഷ പറഞ്ഞ് ഇതാ ഓഫർ ചെയ്തല്ല, ഇത് ഒരാളാണ്. എനിക്ക് ഓർമ്മല്ലായിരുന്നു, ഞാൻ ചോദിച്ചിട്ടുള്ളൂ, ഞാൻ എനിക്ക് അറിയേണ്ട ആവശ്യമല്ല, ഇത് ഒരാൾ ഓഫർ ചെയ്താണ്. ഇത് ഈ 2 AC ഒരാൾ ഓഫർ ചെയ്ത, മുമ്പ് 2 ആൾക്കാർ ചെയ്തത് അതിൻ്റെ വഴിയേ വരും. സുബ്ഹാനഹു ജല്ല വഅല ഏകദേശം ഒന്നിന് 50,000 രൂപ വരും. അങ്ങനത്തെ ACകൾ ആൾക്കാർ കൊടുക്കുകയാണ്. അപ്പോൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഇന്നലെ ഒരു കൂട്ടുകാരനെ ബന്ധപ്പെട്ടപ്പോൾ ഇവിടെ പള്ളിയിലത്തെ AC ഒക്കെ തയ്ക്കുന്ന ഒരു ACൻ്റെ വകട്ടോ, ഒരു ACൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു AC ഒക്കെ ഫിറ്റായിട്ടുണ്ട്, നിങ്ങൾ നിയത്താക്കിയിട്ട് വേറെ സംവിധാനത്തിലേക്ക്, പള്ളിയുമായി ബന്ധപ്പെട്ട സംവിധാനത്തിലേക്ക് നിങ്ങൾ കൊടുക്കാം. നമ്മളിവിടെ നടക്കുന്ന കുടുംബസംഗമവുമായി ബന്ധപ്പെട്ട് അരി വേണമെന്ന് പറഞ്ഞപ്പോൾ, ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ പലരും 5 കിലോനും 10 കിലോനൊക്കെ ഇറച്ചി നൽകിക്കൊണ്ടിരിക്കുക. നമ്മളൊരു 1000-1500 ആളുകളെ പ്രതീക്ഷിക്കുന്ന ഒരു കുടുംബസംഗമമാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഭക്ഷണം കൊടുക്കണം, നല്ലൊരു ചിലവുണ്ടാവും. നമ്മളൊക്കെ കൊടുത്തോലെ തന്നെ നമ്മളൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് അതിലേക്ക് നിയത്ത് ചെയ്യാം. എൻ്റെ സന്തോഷം ഞാൻ പറഞ്ഞില്ല. ഒരു സഹോദരി കൊടുത്തയച്ചതാണ് ഇത്. ഞാൻ ചോദിച്ചു എത്ര പവനുണ്ടെന്ന് ചോദിച്ചു. ഇതിന് ഭർത്താക്കന്മാർ പോയിട്ട് എന്താക്കണ്ട, തപ്പണ്ട, വള പോയിട്ടുണ്ട്, ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, TPയും പൈസയും വീട്ടിൽ വന്നിരുന്നു, വള നഷ്ടപ്പെട്ടിട്ടുണ്ട്, വള ഹാജരാക്കണം എന്ന് പറയണ്ട. ഇത് പുതിയാപ്പിളയാണ് കൊണ്ടെത്തുന്നത്, സഹോദരി കൊടുത്തയച്ചതാണ്. ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ അറിയുന്ന രാജാതിരാജനായ തമ്പുരാൻ മരണപ്പെട്ടു പോയ ഉപ്പാന്റെയും ഉമ്മാന്റെയും ഖബർ വിളിച്ചാകുന്നതിനു വേണ്ടി, സഹോദരങ്ങളുടെ ഖബർ വിളിച്ചാകുന്നതിനു വേണ്ടി, പ്രയാസങ്ങൾ നീങ്ങുന്നതിനു വേണ്ടി, അതിനേക്കാളൊക്കെ ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയിട്ട്, പേരമക്കളുടെയൊക്കെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം. സ്വകാര്യമായിട്ട് ചോദിച്ചു ഇത് എത്ര പവനുണ്ട് ചോദിച്ചു. നമുക്ക് പെണ്ണിൻ്റെ തൂക്കുവളവൊന്നും ഇടാത്തതുകൊണ്ട് കണ്ടിട്ട് സാധാരണ കിട്ടും പോലെ ഒരിതല്ലാണ്, കുറച്ച് കനണ്ടാനും. ഞാൻ ചോദിച്ചു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പഠിച്ചവനെ ഒരു 3/4 പവനെങ്കിലും ഉണ്ടാവണ്ടീനേന്നാ. 1.25 പവനുണ്ടെന്ന്. സുബ്ഹാന ജല്ല. ഇനി മാഷ് കൊണ്ടുപോയി തൂക്കിയിട്ട് ഞാൻ ഈ വന്ന് പൊട്ടിച്ചെടുത്തെന്ന് പറയണ്ട. അന്നൊരു വാങ്ങിയപ്പോഴേ 1.25 പവനുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരു പവന് സ്വർണ്ണത്ത് എത്ര? 40,000 ഒക്കെ അല്ലേ? 40,000 എന്ന് പറയുമ്പോൾ 50,000 ആയില്ലേ? 50,000 ആയില്ലേ? ഒരു സഹോദരി കൊടുത്തയച്ച പുരേ പോയിട്ട് നിങ്ങൾ ഇത് കൊണ്ടുവരണോ, സ്വർണം കൊണ്ടുവരണോ എന്ന് പറഞ്ഞില്ല. അത് പറയാൻ നിൽക്കണല്ലോ, അത് പറയാനുള്ള സമയം വരണല്ലോ. അത് വന്നുകൊണ്ട് പറയാണ്. സഹോദരിമാരെന്തായാലും കുറച്ച് ആൾക്കാരുണ്ടായല്ലോ. പിന്നെ ആചാര്യ പറഞ്ഞത് ആണുങ്ങളാണല്ലോ എൻ്റെ പ്രസംഗം സാധാരണ കേൾക്കല്, അതാണല്ലോ ആ ഒരു ഇതുണ്ടാകുക. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേട്ടിട്ട് ഇപ്പോൾ കുറച്ചായാണ് അങ്ങനെ പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാകുമല്ലോ. സഹോദരിമാരെ, നമുക്ക് വേണം അരപ്പവൻ, നമുക്ക് വേണം കാപ്പവൻ, നമുക്ക് വേണം നമ്മുടെ മോതിരത്തിൽ നിന്ന് പൊട്ടിയത് അത് പിന്നീട് നന്നാക്കാമെന്ന് വിചാരിച്ചത്. ഓരോരോ സഹോദരിമാരും നിയത്ത് ചെയ്താൽ, ഞാൻ പുതിയാപ്പിളാരെ കേക്കാ പറഞ്ഞത്, പുതിയാപ്പിളമാരെ താക്കീതുണ്ടാവും, കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട, എന്നാൽ പുതിയാപ്പിളിനോട് കൊടുക്കാൻ പറയാം. മനസ്സറിഞ്ഞുകൊണ്ട്
നമ്മൾ നിയ്യത്ത് ചെയ്യണം. നമ്മളെ വഅദിന്റെ ഒന്നാമത്തെ ദിവസമാണ്. ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ തലാത്ത്. ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. വഖൽഫി കരീമാതുൻ അലൈകി ബവാകിയാ വഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വഇത്റതി യുനാദൂന ഖൽഫൻ നർശി മൻ ലാ യുജീബുഹും വഖദ് കുന്തു ഫിദ്ദുനിയാ സരിയൽ ഹിജാബതി. 40 മരിച്ചിട്ടില്ലേ? 40-ലും താഴുള്ളതായ പെണ്ണുങ്ങൾ ഈ 4-5 കൊല്ലത്തിന്റെ അടുക്ക് മരിച്ചിട്ട് ഒന്നിലധികം ആളുകൾ നമ്മുടെ ഈ പള്ളിക്കാട്ടിൽ അതിവിഷമം കൊള്ളുന്നുണ്ട്. ഐറ്റിങ്ങളെ മക്കളൊക്കെ കാണുമ്പോ കണ്ണീര് വന്നു പോവാറുണ്ട് പലപ്പോഴും. പഠിച്ചോൻ ഐറ്റിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോ പഠിച്ചോനെ ഉമ്മല്ലല്ലോ, ഇന്നും എന്റെ ഉമ്മന്നൊരു 3 തവണയെങ്കിലും വിളിച്ചിട്ടുണ്ട്. അതാണൊരു ഉമ്മാന്റെ സ്നേഹം. ഉമ്മന്റെ ബേജാറ് വീരം ഭർത്താര് ഭക്ഷണം തരൂലേന്നാ, അല്ലെങ്കിൽ തിന്നുകണോ കുടിച്ചുകണോ ചായ കുടിച്ചുകണോ എന്നാണ്. ഒരു പെറ്റമ്മന്റെ ബേജാറാണ്. എന്നെങ്കിലും ഒരു ദിവസം തിരിച്ച് ഞാൻ അങ്ങോട്ട് വിളിക്കാം. നമ്മൾ ദുനിയാവിലെ തിരക്കിലാണല്ലോ, അതിന് നമുക്ക് കഴിയില്ലല്ലോ. ഉമ്മ നമ്മൾ വരുന്നതും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പെറ്റമ്മ പ്രായമായ ഉമ്മ 30-ഉം 35-ഉം 40-ഉം 45-ഉം കഴിഞ്ഞിട്ട് ഒരു യാത്ര പോയാൽ എന്റെ മോനൊരു പ്രയാസവും ഇല്ലാതെ തിരിച്ചു വീട്ടിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി ആരാ? 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഓരോരുത്തർക്കും ഉള്ളതായ അനുഭവമാണ്. ഞാൻ ഈ മക്കളെ കാണുമ്പോ വിചാരിക്കും, പഠിച്ചോനെ മക്കള് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉമ്മയെന്ന് വിളിക്കാൻ ഉമ്മയില്ലല്ലോ, വല്ലാത്ത അവസ്ഥയാണല്ലോ. 8, 10, 12 വയസ്സ് മാത്രമുള്ള ഈ കുട്ടികൾക്ക് പിറ്റേന്നുള്ളതായ ഹോംവർക്ക് ചെയ്യുന്നതിന് വീട്ടിൽ നിന്ന് ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ പ്രിയപ്പെട്ട ഉമ്മയില്ലല്ലോ. യൂണിഫോം റെഡിയാക്കി കൊടുക്കാൻ പ്രിയപ്പെട്ട ഉമ്മയില്ലല്ലോ. മദ്രസയിലേക്ക് പോകുമ്പോ ആ മദ്രസയിലുള്ള പുസ്തകം ഒന്ന് ബാഗിൽ അടുക്കി വെക്കാൻ പ്രിയപ്പെട്ട ഉമ്മയില്ലല്ലോ. രാവിലെ 7-ക്ക് മദ്രസ തുടങ്ങുമ്പോ 6:30 മുതൽ മോനെ എഴുന്നേൽക്ക്, മോളെ എഴുന്നേൽക്ക് എന്ന് പറയാൻ പ്രിയപ്പെട്ട ഉമ്മയില്ലല്ലോ. എവിടൊക്കെയാണ് ഉമ്മയുടെ സാന്നിധ്യം? എവിടൊക്കെയോ ജീവിതം മുഴുക്കയും ആ ഉമ്മയുടെ സാന്നിധ്യമാണ്. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് വാഹനത്തിൽ ആ കുട്ടി തിരിച്ചു വരുമ്പോ എല്ലാവരുടെയും ഉമ്മമാര് വന്നിട്ട് റോട്ടരികിൽ നിന്നുകൊണ്ട് സ്വീകരിക്കുമ്പോ എന്നെ സ്വീകരിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയില്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് ഒരു ഹജ്ജ് യാത്രക്ക് പോകുമ്പോ, വിദേശത്തേക്ക് ഗൾഫിൽ പോകുമ്പോ, അതല്ലെങ്കിൽ മറ്റു ഉംറ യാത്രക്ക് പോകുമ്പോ ഒന്ന് സന്തോഷത്തോടുകൂടി പറഞ്ഞിറങ്ങാൻ, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിറങ്ങാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മ വീട്ടിലില്ലല്ലോ. എത്ര ആളുകൾ ചെറുപ്പത്തിൽ തന്നെ ഉമ്മമാര് നഷ്ടപ്പെട്ട ആളുകൾ. വല്ലാത്തൊരു ദിവസമാണ്. വഖൽഫി കരീമാതുൻ അലൈകി ബവാകിയാ. തങ്ങളെ 40-ാമത്തെ വയസ്സിൽ, 35-ാമത്തെ വയസ്സിൽ, ഇനിയോ അതുമല്ലെങ്കിൽ 60-ാമത്തെ വയസ്സിൽ നിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു രീതിയുണ്ട്. അപ്പയാണ് വഖൽഫി കരീമാതുൻ അലൈകി ബവാകിയാ. നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കരയുകയാണ്. ഫാത്തിമ മരണപ്പെട്ടല്ലോ, ഖദീജ മരണപ്പെട്ടല്ലോ, മുഹമ്മദ് മരണപ്പെട്ടല്ലോ എന്നോർത്തുകൊണ്ട് ഏകി വീടിന്റെ ഉള്ളിൽ നിന്ന് കരയുന്നൊരു രംഗമുണ്ട്. അക്കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? വഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വഇത്റതി. അക്കൂട്ടത്തിൽ നിന്റെ ഉമ്മയുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ 60 വയസ്സ് കഴിഞ്ഞ നിന്റെ ഉമ്മയുണ്ട്. ശഖീഖി നിന്റെ കൂടപ്പിറപ്പുണ്ട്. വൈത്രത്തി നിന്റെ മക്കളുണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ്. അവരിങ്ങനെ മക്കളിങ്ങനെ ആർത്തട്ടഹസിച്ച് കരയുമ്പോ പ്രിയപ്പെട്ട ഉമ്മ എങ്ങോട്ടാ ഉമ്മ പോകുന്നത്? തിരിച്ചു വരാത്ത ലോകത്തേക്കാണ് ഉമ്മ പോകുന്നത്. ഒരു 35 വയസ്സ് കഴിഞ്ഞ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടപ്പോ ക്യാൻസർ രോഗം ബാധിച്ച് 6 മാസത്തിന്റെ ഉള്ളിൽ ചികിത്സിക്കാത്ത ചികിത്സകളൊന്നുമില്ല, ചെലവഴിക്കാത്ത പണങ്ങളില്ല. 6 മാസത്തിന്റെ ഉള്ളിൽ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടപ്പോ
ആ ഭാര്യയുടെ ചുറ്റും ഇങ്ങനെ അന്തം വിട്ടു നടന്ന പ്രിയപ്പെട്ട ഭർത്താവ് 3 മക്കളെ അനാഥയാക്കിയിട്ട് 3 മക്കളുടെ ഉമ്മ നഷ്ടപ്പെട്ടിട്ടാണ് ഈ ഉമ്മ പോകുന്നത്. 35 വയസ്സുള്ള പ്രിയപ്പെട്ട ഭാര്യ പോകുന്നത്. ആ ഭാര്യ വീട്ടിൽ നിന്ന് മയ്യത്ത് ആത്ത് വെച്ച സന്ദർഭത്തിൽ, ഡൈനിങ് ഹാളിൽ വെച്ച സന്ദർഭത്തിൽ, കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രിയപ്പെട്ട ഭർത്താവ് ആ പ്രിയപ്പെട്ട ഭാര്യയുടെ ചുറ്റുമിങ്ങനെ ഓടി നടന്നിട്ട് അവസാനമായിട്ട് ആ ചുംബനം വെക്കുന്ന പേര് വിളിച്ച് കരഞ്ഞിട്ട്, എന്റെ പ്രിയപ്പെട്ടവളെ, നീ എന്നെയും വിട്ട് പോവുകയാണോ? ഇനി നീ തിരിച്ചു വരൂലേ എന്ന് പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് ചുംബനം വെച്ചുകൊണ്ട് ഇറക്കുന്ന ഒരു രംഗം പലപ്പോഴും ഓർമ്മയിലേക്ക് വരുന്നതാണ്. സമ്പത്തിന് എത്രയും കുറവില്ലായിരുന്നു, ബിസിനസിന് എത്രയും കുറവില്ലായിരുന്നു, പ്രതാപത്തിന് കുറവില്ലായിരുന്നു. പ്രിയപ്പെട്ട ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ 3 മക്കളുടെ ഉമ്മ, 35 വയസ്സുള്ള പ്രിയപ്പെട്ട സഹോദരി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ. അപ്പൊ ഭർത്താവ് ആ മയ്യത്ത് കട്ടിലിൽ ഇങ്ങനെ പോകുമ്പോ വേഗം ഇങ്ങനെ പേര് വിളിക്കാണ്, പ്രിയപ്പെട്ടവളെ. യുനാദൂന ഖൽഫൻ നഅ്ശിം മല്ലാ യുജീബുഹും വഖദ് കുന്തു ഫിദ്ദുനിയാ സരിഅൽ ഇജാബതി. ഒരു വേഗം അങ്ങനെ പേര് വിളിച്ചോട്ടെ. മയ്യത്ത് കട്ടിലിൽ നിന്ന് അവർ പേര് വിളിക്കുമ്പോ അതിന് മറുപടി കൊടുക്കാൻ എനിക്ക് കഴിയാത്ത ആളുകളെയാണ് അവൻ വിളിക്കുന്നത്. പക്ഷേ ഇന്നലെ വരെ ഞാൻ വാഹനാപകടത്തിൽ മരിക്കുന്നതിന്റെ മുമ്പ് ഇന്നലെ വരെ പ്രിയപ്പെട്ട ഭർത്താവും ഒരു സംഭവം കൂടെ, പ്രിയപ്പെട്ട ഭർത്താവും ഭാര്യ ഇങ്ങനെ പോവുകയാണ്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15-20 കിലോമീറ്റർ അകലെയെത്തി ഒരു KSRTC ബസ്സുമായി കൂട്ടിമുട്ടുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പ് ഗൾഫിൽ നിന്ന് കുറഞ്ഞ ദിവസത്തേക്ക് നാട്ടിൽ വന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് KSRTC ബസ്സിന്റെ ടയർ കയറി പ്രിയപ്പെട്ട ഭാര്യ മരിക്കുന്ന ഒരു രംഗം ആലോചിച്ച് നോക്ക്. ഒന്നിച്ച് പോകാൻ കാണാൻ വേണ്ടി പോകാൻ, എന്നിട്ട് പോകാൻ കഴിഞ്ഞ മിനിറ്റ് വരെ ഒരുപാട് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് പോയ ഇനി ഒരു മറുപടി ഇല്ല. വഖദ് കുന്തു ഫിദ്ദുനിയാ സരിഅൽ ഇജാബതി. ഞാൻ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഉത്തരം പെട്ടെന്ന് നൽകുന്നവരായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്കറിയോ, നിങ്ങളെയും മേറ്റിയിട്ട് ആളുകൾ ഇങ്ങനെ വരുന്ന രംഗമുണ്ട്. വീരമൃത പള്ളിയുടെ ആ മിഹ്റാബിന്റെ മുമ്പിൽ നിങ്ങളെ അവിടെ വെക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞ കാലങ്ങളിലുള്ള ഖതീബ്, വരാനിരിക്കുന്ന ഖതീബ്, ഇപ്പോഴുള്ള ആൾ ആരാണെങ്കിലും അവർ പറയുന്ന വാക്കുണ്ട്. അങ്ങനെയാണ് 100 കണക്കിന് ആളുകൾ വരുമ്പോ അവരോടൊരു നസീഹത്ത് നടത്തിയിട്ട്, അവരോടൊരു വിടവാങ്ങൽ ഈ സഹോദരിക്ക് വേണ്ടി നടത്തിയിട്ടാണ് നിങ്ങളെയും പിടിച്ചുകൊണ്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മിനിറ്റുകൾക്കുള്ളിലായിട്ട് അടിക്കബറിലേക്ക് ഇറക്കുന്നത്. മിൻഹാ ഖലഖനാകും, മൂടുകല്ല് വെച്ച് കഴിഞ്ഞതിന് ശേഷം മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. നിന്റെ ഭർത്താവടക്കമുള്ള, നിന്റെ മക്കളടക്കമുള്ള, നിന്റെ ഭാര്യ, നിന്റെ മറ്റു കൂട്ടുകുടുംബക്കാരടക്കമുള്ള ആളുകൾ 3 പിടി മണ്ണ് വാരിടുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. വല്ലാത്തൊരവസ്ഥയാണ്. ഇദാ മാത ഇൻസാനുൻ ഫഖംസുൽ ലിഖംസതി വലഹുമുൽ ലിദീദാനിൻ വഅളുമുൽ ലിതുർബതി. സഹോദരി, നീ ഇന്നലെ വരെ കുടിച്ചിരുന്ന ശരീരമില്ലേ? പൗഡർ ഇട്ട് മിനുക്കിയിരുന്ന ശരീരമില്ലേ? നല്ല സുഗന്ധമുള്ള അത്തർ ധരിച്ചിരുന്ന ശരീരമില്ലേ? വലഹുമുൽ ലിദീദാനിൻ വഅളുമുൽ ലിതുർബതി. നിന്റെ എല്ലും അതുപോലെ തന്നെ നിന്റെ മറ്റവയവങ്ങളും പുഴുകൾക്ക് ആവശ്യമുണ്ട്. വഅളുമുൽ ലിതുർബതി, എല്ല് മണ്ണിന് ആവശ്യമുണ്ട്. ബഹുമാനപ്പെട്ട താഴ് ഉസ്താദ് പാടിയ നമുക്കൊക്കെ അറിയുന്ന ഒരു ബൈത്ത് കൂടെ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൽ വിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. സമ്പാദ്യ മുതലിൽ നിന്ന് 3 അക്ഫാന, അത് മാത്രമല്ലതിലെപ്പോഴും വഹദാന. മരിച്ച് മയ്യത്താട് വെച്ചിട്ട്
അങ്ങനെ എല്ലാവരും പോയില്ലേ. രാത്രി ഇങ്ങനെ ഇവിടെ കുറച്ച് ആൾക്കാർ ഞങ്ങളല്ലേ ബാക്കിയാകാം, ചിലപ്പോൾ പള്ളിയിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലുമൊക്കെ ബാക്കിയാകും. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, പഠിച്ചോനെ മൂപ്പരാവസ്ഥ എന്തായിരിക്കും, ഖബറാകുന്ന ജീവിതത്തിലെ ഒന്നാമത്തെ ദിവസം. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക മലക്കാനി അസ്വദാനി അസ്റഖാനി യസ്ഹബുഹുമാ ശഅറുഹുമാ യസ്ഹബുഹു റിജ്ലാനി. നീലക്കണ്ണന്മാരായ കറുകറുത്ത, കണ്ടാൽ തന്നെ പേടി തോന്നുന്നതായ, ചില ആളുകളെ കണ്ടാൽ പേടി തോന്നുന്നു, അങ്ങനത്തതായ മനുഷ്യന്മാരല്ലേ, രണ്ട് മലക്കുകളല്ലേ മനുഷ്യ രൂപത്തിൽ വരുന്നുണ്ട്, ദണ്ഡുമായിട്ട് വരുന്നത്. നമുക്കവിടെ രക്ഷയുള്ളത് അതാ ദുനിയാവിൽ നമ്മൾ ഓതിയ സൂറത്ത് തബാറക സൂറത്തിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് തിൽക്കൽ മുൻജിയ, ഖബറാകുന്ന ലോകത്ത് നിനക്ക് രക്ഷപ്പെടുത്തി തരും. 30 ആയത്തുള്ള ഖുർആനിലുള്ള ഒരു സൂറത്തുണ്ട്, അത് നിങ്ങൾ പതിവാക്കണേ. തിൽക്കൽ മുൻജിയ, വഹദാന, ഒറ്റക്ക് അവിടെ കിടക്കുന്ന വല്ലാത്തൊരവസ്ഥ. മണ്ണിന്റെ തലയണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരുഭിത്തിയാണതിനുള്ളത്, മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ, അതിലുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോല് ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ, സുറന്ന കാഹള ഒരു ദിനം മുഴങ്ങുന്നതാ, അക്കാലമത്രയും നീ അതിൽ കിടക്കേണ്ടതാ. ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ, സൂറത്ത് യാസീൻ നോക്കിയാൽ കാണുന്നതാ, ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണ് അവകൾക്ക് നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ, കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്, അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ടും, സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും, ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്, ഇവയൊക്കെ നീ ചിന്തിച്ച് കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. ഇവ ആലോചിച്ച് ഏതെങ്കിലും രാത്രിയുടെ യാമങ്ങളിൽ കണ്ണീരൊലിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളോടല്ല സാധാരണ പറയാനുള്ളത് പോലെ, പിന്നെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു, അവിടെ നമുക്ക് വിജയിച്ചു. കരയാൻ കഴിയണം. നമുക്ക് ഇവിടുന്ന് രാത്രി ഇന്നിപ്പോൾ നമ്മൾ പോയിട്ട് ഇന്നയാൾ മരിച്ചു എന്ന്, മരിച്ചോ, സലീം കായ് മരിച്ചെങ്ങനെ 10-10:30 വരെ ഭാര്യയോടൊപ്പം വീട്ടിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ്. പിന്നെ പള്ളിയിലേക്ക് ഞാൻ ഓവർനാട് കയറുമ്പോഴാണ് റഷീഖാനോട് പറഞ്ഞത്, സലീം കാക്ക് എന്തോ അസ്വസ്ഥതായിട്ട് കൊണ്ടുപോയിക്കിട്ടോ എന്ന് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ തിരിഞ്ഞിരിക്കുമ്പോഴാണ് പിന്നെ റഷീദ് അങ്ങനെ പുറത്തു നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് അന്നങ്ങോട്ട് ഞാൻ എണീച്ച് എന്തോന്ന് പറഞ്ഞു. അപ്പോൾ ഷാഹിർ മാഷ് പിന്നെ പെർമണ്ടിക്കായി കണ്ട് എന്താണ് ഫൈസി പറഞ്ഞത്, ഫൈസി പറഞ്ഞത് ഇന്നാൾ മരിച്ചു തന്നെ പറഞ്ഞത്. മരിച്ചു തന്നെ എങ്ങനെ മരിച്ചു എന്ന് പറയാം. ഇന്ന് 10 മണി വരെ 10:30 വരെ ഭാര്യയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു എന്നുള്ളവർ. അങ്ങനെ എത്രയും എന്തേണ്ടായി, വാഹനപകടം, തേങ്ങ ഒന്നുമല്ല, ഒന്നൊരു നെഞ്ഞുവേദന. എത്ര ആളുകൾ, ഒരു മനുഷ്യന്റെ അവസ്ഥ അതാണ്. ഇനി അതല്ല, ഇതൊന്നും നമ്മൾ മരിക്കില്ല വിചാരിക്കുക, അപ്പോൾ 40-ലും 50-ലും ഒന്നും മരിക്കില്ല വിചാരിക്കുക, എന്നാലും നമുക്ക് മരിക്കണ്ടേ, എന്നാലും മരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന മണ്ണ് വിരമ്പർത്ത ആഗ്രഹിക്കുക. ബഹുമാനപ്പെട്ട ഫൈസൽ ഫൈസി ഇറാഖില, ഇന്നലെ IDCയിൽ ബഹുമാനപ്പെട്ട ക്ലാസ് ഉണ്ട്, ഞാൻ TP മാഷോട് പറയാണ്ട് പോയതാണ്. അപ്പോൾ പിന്നെ പറഞ്ഞു പോകാൻ തോന്നാണ്ടെന്ന്, അങ്ങനെ ഞാൻ പോയപ്പോൾ അവിടെ ഉള്ളത് പിന്നെ ഫൈസൽ ഫൈസി മരിച്ച ഉടനെ അവിടെ ഉണ്ടായിരുന്ന അനുസ്മരണ പരിപാടി, ഫൈസൽ ഫൈസി ഇങ്ങനെ ചിരിച്ച് നിൽക്കണം, ഫോട്ടോ. അപ്പോൾ ഞാൻ സലാം ഫൈസിനോട് പറഞ്ഞു, മൂപ്പരിപ്പം കിടക്കുന്നത് ഇറാഖിലാണല്ലോ, കൂടത്തായിലുള്ള മനുഷ്യൻ കിടക്കുന്നത് ഇറാഖിലാണ്. നിങ്ങളൊക്കെ പുതിയ വിരമ്പർത്ത, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പുതിയ ഒരുപാട് സ്വാലിഹീങ്ങൾ കിടന്നുറങ്ങുന്ന മണ്ണ്, ഉപ്പന്മാരും വല്യപ്പന്മാരും കിടന്നുറങ്ങുന്ന മണ്ണ്. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവും, എന്തായാലും മരിക്കല്ലോ. 50-60 കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് വലിയ സുഖം ഉണ്ടാവില്ലല്ലോ, എന്തായാലും. പിന്നെ നമ്മൾ കൊണ്ടുപോവുക, എന്തൊക്കെ കൊണ്ടുപോകും, 3 കഫം കൂടെ കൊണ്ടുപോകും, എത്ര സ്വത്ത് കൊണ്ടുപോകും. ആ പൊന്നിൻ്റെ ഇതിലേക്ക് വെക്കണമെന്ന് പറയലുണ്ടോ? അല്ല, വണ്ടിൻ്റെ ചാവി എങ്കിലും എൻ്റെ ഇതിലേക്ക് വെച്ചേക്കാണ്ട് അതിൻ്റെ പൂതി മാറിയിട്ടില്ല എന്ന് പറയലുണ്ടോ? ഇല്ല. നമ്മളങ്ങ് പോല, നമ്മൾ ബാക്കിയുള്ളവർ കുളിപ്പിച്ചോളും.
നമ്മൾ ദുനിയാവ് നമുക്ക് ഉഷാറായിരുന്നു, ഒരു ദിവസം പോയി കഴിഞ്ഞാൽ അത് കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഇനി നടക്കുന്ന 3 ദിവസത്തെ പരിപാടി നമുക്ക് വലിയ വിജയമാക്കി മാറ്റണം. അതിൻ്റെ പണി നമ്മൾ ചെയ്തോളണം, അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തോളണം. നമ്മുടെ നാട്ടിലുള്ള യുവാക്കളെയും യുവതികളെയും എല്ലാ കുട്ടികളെയും, പരീക്ഷയില്ലാത്ത എല്ലാ കുട്ടികളെയും നമ്മുടെ സദസ്സിലെത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് എല്ലാവരെയും എത്തിക്കുക. അതുപോലെ മറ്റന്നാൾ നടക്കുന്ന നമ്മുടെ കുടുംബ സംഗമം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ കാണുന്നത്. നമ്മുടെ നാട്ടുകാരെല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു വരും, നമ്മുടെ മഹല്ലത്തിൽ നിന്ന് വീട് താമസിച്ചു. അതിന് ക്ഷണിക്കേണ്ടത് ഇവിടുത്തെ പള്ളിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒന്നും അല്ല. അതാത് ഏരിയയുള്ളതായ നമ്മളെ മക്കളെ വിളിക്കേണ്ടത് നമ്മൾ തന്നെ വിളിച്ച് വരുത്തുക. ഒരു 1:30-2 മണിയോടുകൂടി നമ്മുടെ പള്ളി സന്ദർശന സഹോദരന്മാർക്ക് പള്ളി സന്ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് പിരിയാം. നല്ല പ്രമുഖമായ 2 ക്ലാസ്സുകൾ പിന്നെ അതിലുണ്ടാവും. ബഹുമാനപ്പെട്ട അസരി ഉസ്താദിൻ്റെയും അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായ ഡോക്ടർ അമീർ അലിയുടെയൊക്കെ 2 പ്രമുഖമായ ക്ലാസ്, ഉപകാരമാകുന്ന 2 ക്ലാസ് ഉണ്ടാവും. അവരൊക്കെ കൂടുന്ന ഒരു വലിയൊരു സംഗമത്തിൽ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. പിന്നെ അസർ, ഞായറാഴ്ച അസർ, അതാണ് നമ്മുടെ അഭിമാന നിമിഷം. ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇൻഷാ അല്ലാഹ് അന്ന് മഗ്രിബിന് കാരന്തൂരാനുണ്ട്, വാട്സപ്പ് കണ്ട് അല്ലേ, കാരന്തൂരാന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നു അൽഹംദുലില്ലാഹ് അസർ നിസ്കാരത്തിന് ഇവിടെ ജമാഅത്തിൽ, അതാണ് നമ്മൾക്ക് ഏറെ പ്രതീക്ഷയോട് കാത്തു നിൽക്കുന്നത്. ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ഖാദി ജംബലി തങ്ങളുടെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പരിസരത്തുള്ള ഉമറാക്കളുടെയും ഉലമാക്കളുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. പരിപാടി നമുക്ക് വിജയിപ്പിക്കണം. സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബാധ്യത ഉണ്ട്. പക്ഷെ ആ പള്ളിൻ്റെ ആ ചൊങ്കും കോലും നോക്കി ഇവിടെ പരിസരത്ത് കിടന്ന ആളുകൾ സന്തോഷിക്കുന്നു. തീർച്ചയാണ് ഒരുപാട് നന്മകൾ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ മുത്താലിമികളുടെ നിസ്കാരം വളരെ കൃത്യമായിട്ട് ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. അവരെല്ലാ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നുണ്ട്. എല്ലാ അസറിന് ശേഷം അസ്മാഉൽ ബദർ ചൊല്ലി ദുആ ചെയ്യുന്നുണ്ട്. ഒക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളോട് പറയാനുള്ളത്, ഒരു തരുമ്പ് പൊന്നെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ പേരും ഊരും പറഞ്ഞ പ്രശ്നം ഉണ്ടായിട്ടല്ല, നിങ്ങൾ നിയ്യത്താക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിയ്യത്താക്കിയിട്ട് അത് ഇവിടെ ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ വിജയമാക്കിയിട്ട് നമുക്ക് മാറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പരിപാടികളും വിജയിപ്പിക്കട്ടെ. അടുത്താണ് ഒരു സഹോദരി 1000 രൂപ ഭർത്താവിൻ്റെ പരലോകത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. ഒരു സഹോദരി 500 രൂപ ഭർത്താവിൻ്റെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ കുഞ്ഞമ്പുറത്ത് നഫീസ പ്രത്യേകം ദുആ ചെയ്യുക, ഒരു സംഖ്യ. പിന്നെ അവരൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്ന് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട മജീദ് ഖാൻ നമ്മുടെ എല്ലാ കാര്യത്തിനും പോയി സന്തോഷത്തോടു കൂടി സപ്പോർട്ടും ചെയ്യുന്ന ആളുകളാണ്. അവരും അവരുടെ മോനും അവരുടെ മറ്റു കുടുംബക്കാരും ചെയ്ത് കൈയടക്കമുള്ള ആളുകൾ. 20,000 രൂപ നമ്മുടെ ഈ സംവിധാനത്തിലേക്ക് പള്ളിയിലേക്ക് നൽകാമെന്നിട്ടിട്ടുണ്ട്. ഒരു വീട്ടിലിങ്ങനെ പോകണവർ ഞാനും മാഷ് ഇങ്ങനെ യാദൃശികമായിട്ട് അടുത്തിപ്പെട്ട ഞങ്ങൾ പരിപാടിക്ക് വരണേ എന്ന് പറഞ്ഞു പോന്നേരോ ഇവിടെ നിന്നുകയാണെങ്കിൽ എന്തെങ്കിലും തരൂന്ന് പറഞ്ഞു. 10,000 രൂപ മാഷോടെ ചോദിച്ചു, എത്ര രൂപയുണ്ട് മാഷേ? 10,000 രൂപ ഒരു സഹോദരി അടുത്ത് വന്നിട്ട് 10,000 രൂപ ഒരു സഹോദരി. അല്ലാഹു നീ സ്വീകരിക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബേ നീ ഖബൂലാക്കണം. അല്ലാഹ് പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചോനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവരുടെ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണം അല്ലാഹ്. പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് റബ്ബേ. ആ പ്രയാസങ്ങളൊക്കെയും തീർത്തു കൊടുക്കണേ തമ്പുരാനെ. ഇന്നലെ ഒരു വീട്ടിൽ പോയപ്പോ പ്രിയപ്പെട്ട ഉപ്പായുടെ ആണ്ടിന്റെ ദിവസം തലേന്നായിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ പോയ സന്ദർഭത്തിൽ എന്നോടൊപ്പം ഒരു മുത്തല്ലിമുണ്ട്. പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ ബാപ്പക്ക് ഉപകാരം കിട്ടണമെന്നാ പറഞ്ഞത്. അത്രയും സാധനങ്ങൾ മുത്തല്ലിമീങ്ങൾക്ക് വേണ്ടി നൽകാറുണ്ട്. ബാപ്പക്ക് കിട്ടണമെന്നാ പറഞ്ഞ വാക്ക് എന്നെ ഉപയോഗിച്ചത്. പക്ഷേ ആ ബാപ്പയും ഇവിടെ കടന്നുറങ്ങുന്നല്ലോ. ബഹുവേ ഖബർ വിളിച്ചാക്കണേ അല്ലാ. ഞാൻ വന്ന ഉടനെ തന്നെ റമളാനിൽ ആദ്യമായിട്ട് മരിക്കുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹുസൈൻ മാഷാണ് കുട്ടമ്പൂരെ. പഠിച്ചോനെ അവരടക്കം അതിന്റെ തൊട്ടുമ്പാണ് ബഹുമാനപ്പെട്ട ഈസാജ് മരിക്കുന്നത്. അതിനുശേഷം റബ്ബേ ഞാൻ തന്നെ റബ്ബേ പങ്കെടുത്ത ഒരുപാട് ജനാസകളിൽ പേര് പറഞ്ഞാൽ തീരൂല റബ്ബേ. ഒരുപാട് ആളുകളിൽ പങ്കെടുത്തു റബ്ബേ. അവരുടെ ഖബർ നീ വിളിച്ചാക്കണേ അല്ലാ. അവസാനമായി ആശാരിക്കണ്ടിൽ നിന്ന് മരിച്ചതായ സഹോദരി മരണപ്പെട്ടപ്പോ, ഫാത്തിമ എന്ന സഹോദരി മരണപ്പെട്ടപ്പോ ധരിച്ച സ്വർണം കൊടുത്തയച്ചു. പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. പ്രിയപ്പെട്ട ഭർത്താവ്
മരണപ്പെട്ടപ്പോ 5000 രൂപ കൊടുത്തയച്ചു, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി. ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. റബ്ബേ ഖബർ വെളിച്ചാക്കണേ അല്ലാ, ആഫിയത്തോടുകൂടി അവരിന്ന് ദുനിയാവിലുണ്ടെങ്കിൽ അവർ ഈ സദസ്സിലുണ്ടല്ലോ റബ്ബേ, അവരെ ഖബർ വെളിച്ചാക്കണേ അല്ലാ. അവസാനമായിട്ട് ബഹുമാനപ്പെട്ട സലാം മാഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ആ ഒരു സീറ്റിൽ ബഹുമാനപ്പെട്ടവരുണ്ട്, ഏൽപ്പിച്ചാലും ഏൽപ്പിച്ചിട്ടില്ലെങ്കിലും ഉണ്ട്. റബ്ബേ കടന്നുറങ്ങുന്നത് ഞങ്ങളുടെ ഈ ഖബറിലാണ്. റബ്ബേ ഖബർ വിളിച്ചാക്കണേ അല്ലാ. ഹിദായക്ക് വേണ്ടി മരിക്കുന്നതിന്റെ തലേ ദിവസം നടന്ന പ്രിയപ്പെട്ട സലാം റബ്ബേ ഖബർ വിളിച്ചാക്കണേ അല്ലാ. ഇപ്പം തന്നെ ഒരു സുഹൃത്ത് പറഞ്ഞു, കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സഹോദരന് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ ഇവിടെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. അല്ലാഹുവേ അവരുടെ ഖബർ വെളിച്ചാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ ഒരുപാട് ആളുകൾ റബ്ബേ, ഒരുപാട് ആളുകൾ ഞങ്ങൾ ഇന്ന് കൊണ്ട് വട പറഞ്ഞിട്ട് ഈ ഖബറിന്റെ ചുറ്റുഭാഗവും അന്ത്യവിഷമം കൊള്ളുന്നുണ്ട്. പലപ്പോഴും പലരും പറയുന്ന വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പള്ളിക്കാട്ടിൽ അന്ത്യവിഷമം കൊള്ളുന്നവർക്ക് പ്രത്യേകം അനുഗ്രഹം കിട്ടുമെന്നതിന് തെളിവാണ്. എല്ലാ ദിവസവും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ في حول مسجدنا جميع سيئهم فضلا وإحسانا. പറയുന്ന വാക്കെന്താണെന്നറിയോ? നാളെ മുതൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിച്ചോ. മക്കള് താല്പര്യത്തോടുകൂടി ചെല്ലുന്ന വരികളാണ്. ഈ പള്ളിക്ക്, വീരമ്പ്രത്ത പള്ളിക്ക്, പുതിയോത്ത പള്ളിക്കല്ല, വീരമ്പ്രത്ത പള്ളിയുടെ ചുറ്റുഭാഗത്തും അന്ത്യവിഷമം കൊള്ളുന്ന ഓരോ ആണിനോടും നീ കരുണ കാണിക്കണേ, ഓരോ പെണ്ണിനോടും നീ കൃപ ചെയ്യണേ, ഓരോരുത്തർക്കും നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ. എത്ര ദിവസമായി ചെയ്യൽ. നിങ്ങളുടെ ഉപ്പാക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുന്നു, നിങ്ങളുടെ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുന്നു, നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട വന്യരായ ഉസ്താദുമാർ, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, എല്ലാ ദിവസവും മഗ്രിബിന് ശേഷം വ്യാഴാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസവും എല്ലാ ദോഷങ്ങളും അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് 90 മക്കളും 10 ഉസ്താദുമാരും എല്ലാ ദിവസവും ദുആ ചെയ്യാറുണ്ട്. അവർ അനുഗ്രഹത്തിലാണ്. അല്ലാഹു അത് നീ സ്വീകരിക്കണേ അല്ലാ. നിങ്ങളൊക്കെ ഖബർ നീ വെളിച്ചാക്കി കൊടുക്കണേ അല്ലാ. നാളെ മറ്റന്നാള് ഖബറാകുന്ന ലോകത്തേക്ക് വരേണ്ടവരാണ് ഞങ്ങൾ. റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട മജീദ് ക സന്തോഷത്തോടു കൂടിയാണ് 20,000 രൂപ നൽകിയത്. അവരുടെ കൂട്ടുകുടുംബക്കാർ മരണപ്പെട്ട് ഖബറിലുണ്ട്. അതുപോലെ ഒരു സുഹൃത്ത് മഗ്രിബിന്റെ തൊട്ട് മുമ്പ് 10,000 രൂപ നൽകിയത് സന്തോഷത്തോടു കൂടിയാണ്. റബ്ബേ അവരുടെ കുടുംബക്കാരുടെ ഖബർ വെളിച്ചാക്കണേ അല്ലാ. ഒരു സഹോദരി 1.25 പവൻ സ്വർണമാണ് കൊടുത്തയച്ചത്. പ്രിയപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഖബർ നീ വെളിച്ചാക്കണേ അല്ലാ. നാളെ മറ്റന്നാള് ഖബറാകുന്ന ലോകത്തേക്ക് അനബൈതു തുറാബ് അനബൈതുൽ ഗർബ അനബൈതുർ അനബൈതുദ്ദൂദ് അനബൈതുൽ വഹദായ. ഈ ഖബറുകൾ വിളിച്ചു പറയുന്നുണ്ടല്ലോ റബ്ബേ. യൂസുഫ് ഖാന്റെ നേതൃത്വത്തിൽ കുഴിച്ചു വെച്ചതായ ഖബർ വിളിച്ചു പറയാണ്, ഒരു ദിവസം പോവേണ്ടവരാണ് ഞങ്ങൾ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. എന്ന് പറയപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം തമ്പുരാനെ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും വിജയിപ്പിക്കണേ തമ്പുരാനെ. സാമ്പത്തികമായ പ്രതിസന്ധി അല്ലാഹു അതിന് ഹലാലായ മാർഗം നീ തുറന്നു തരണം തമ്പുരാനെ. ശഅബാനിലാണല്ലോ, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. റമദാനിൽ ഞങ്ങൾ എത്തിക്കണേ അല്ലാ. ഒരുപാട് റമദാനിലേക്ക് നീ എത്തിക്കണം തമ്പുരാനെ. ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള നല്ല മനസ്സിനെ നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. നമ്മുടെ ഈ സംഗമത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ദിൽഷാദ് CP ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും
ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് 15 കോടിയുള്ള പ്രവർത്തകരാണ്. അതുപോലെ നമ്മുടെ പോസ്റ്റർ ഒട്ടിച്ചത് ഒക്കെ നമ്മുടെ SKSF പ്രവർത്തകരാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെറുപ്പക്കാരും കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. അള്ളാഹു ഒരുന്നൊക്കെ കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഈ മതപ്രഭാഷണ പരമ്പരയിൽ ഖിറാഅത്ത് അവതരിപ്പിച്ച സിനാൻ കെ, അധ്യക്ഷൻ M. കുഞ്ഞഹമ്മദ് ഹാജി, ഉദ്ഘാടനം നിർവഹിച്ച പന്നൂർ മുഹമ്മദ് മുസ്ലിയാർ അവർകൾ, മുഖ്യപ്രഭാഷണം നടത്തിയ മഹല്ല് ഖത്തീബ് AP ഇബ്രാഹിം ഫൈസി അവർകൾക്കും എൻ്റെ പേരിലും SKSF പേരിലും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സഹോദരിമാരെ, നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് വെള്ളിയാഴ്ച രാവായതുകൊണ്ട് തുടങ്ങാൻ ഒരു 10 മിനിറ്റ്, ഒരു 1/4 മണിക്കൂർ വൈകിയിട്ടുണ്ട്. മഗ്‌രിബ് ഉടനെ സുനസ്കാരം കഴിഞ്ഞ ഉടനെ നമുക്ക് ബുർദ തുടങ്ങണം. അതിനനുസരിച്ച് നമ്മൾ വന്ന പരിപാടി തുടങ്ങുകയും ചെയ്യും. സഹോദരിമാർ പല നിസ്കരിച്ചും കൊണ്ട് വേണ്ടി ഒരു പരിപാടി തുടങ്ങുകയും ചെയ്യും. പ്രഭാഷകന്മാരൊക്കെ ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നിസ്കരിക്കാൻ തന്നെ വിടും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.